രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മയിൽ സജീവമായി നിന്ന ഇതുങ്ങളെ എല്ലാം തെളിയിടുന്നു. തെളിയിടുക മാത്രമാണോ? മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെയും ദൈവം തെളിയിടരുത്, ദൈവം പ്രസാദിക്കാതെയും ഇരിക്കരുത്. ഇന്ന് രാത്രി ഇവിടെ വന്നവരും എന്നെ കേൾക്കുന്നവരെല്ലാം നിത്യതയിലെത്തണം. മാത്രമല്ല സകല ആൾക്കാരിലും ദൈവം പ്രസാദിക്കണം. തെളിയിടുന്നത് ആരാ? ദൈവമാ തെളിയിടുന്നത്. ഇയ്യോബ് ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വായിച്ചേ, 12-ാം അധ്യായത്തിന്റെ 19 വായിക്കേണ്ടത്, എങ്കിലും 10 മുതൽ അങ്ങ് വായിച്ചോ പെട്ടെന്ന്. ഏതായാലും വായിക്കാൻ 3 പേരെ ഇരുത്തിരിക്കല്ലോ, അതുങ്ങൾക്കും ചൂട് വേണ്ടായോ? വായിക്കേ. 12-ന്റെ 10 മുതൽ വായിക്കേ. സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു. എല്ലാം അവിടുത്തെ തൃക്കരത്തിൽ ഇരിക്കുക. ഒന്നുകൂടെ വാക്യം വായിച്ചേ സഹോദരി. സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു. നിന്റെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ്. ഡോക്ടർമാര് ചിലപ്പോൾ പറയും ലാസ്റ്റ് സ്റ്റേജ് ആയി, 4th സ്റ്റേജ് ആയി എന്നൊക്കെ പറയും. അതവര് പഠിച്ചത് വൈദ്യശാസ്ത്രമല്ലേ. പക്ഷേ നിന്റെ ജീവൻ ദൈവത്തിന്റെ കയ്യിലിരിക്കുക. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ, ദൈവം സമ്മതിക്കാതെ ആ ഒരു പോറന് പോലും നിന്നെ കേൾക്കത്തില്ല. വിശ്വസിക്കുന്ന വരുന്ന രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുക. വായിരേ. ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ? സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു. ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ? അണ്ണാക്ക് ഭക്ഷണം രുചിച്ചു നോക്കുന്നില്ലയോ? വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവും ഉണ്ട്. ജ്ഞാനവും ശക്തിയും അവന്റെ പക്കൽ. ജ്ഞാനവും ശക്തിയും അവിടുത്തെ പക്കൽ. പിന്നെ ആലോചനയും വിവേകവും അവനുള്ളത്. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. ഒറ്റയൊരുത്തം പണിയല്ല. ആമേൻ. ദൈവം ഇടിച്ചാൽ ഒറ്റയൊരുത്തം, ഒരു ബിൽഡറും ഇല്ല, ഒറ്റയൊരുത്തം പണിയത്തില്ല. ദൈവം ഇടിച്ചാൽ, ദൈവം ഇടിക്കാൻ ഇടയാക്കരുത്. സ്തോത്രം. അവിടെ ഇടിച്ചാൽ പണിതെടുക്കാൻ കഴിവുള്ള ഒരു പ്രവാചകനുമില്ല, ഒരു ഉപദേശിയില്ല, ഒരു വ്യക്തിയില്ല. അയ്യോ ആ ഇടിക്കുന്നത്. പിന്നെ അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ദൈവം ബന്ധിക്കും ചിലതിനെ. നമ്മളാണ് ഇത് അഴിക്കാൻ നടക്കുക. ദൈവം ബന്ധിച്ചതിനില്ല, നീ കയറി അടിയട്ടെന്ന് പറഞ്ഞു നിന്നാലൊന്നും. ആദ്യം ചോദിക്കണം പുള്ളി ബന്ധിച്ചതാണോ എന്ന്. ദൈവം ബന്ധിച്ച കേസ് നമ്മൾ അടിക്കാൻ ചെന്നാൽ നീയും ബന്ധിക്കപ്പെടും. ഒന്നുകൂടെ വാക്യം വായിച്ച കേട്ടില്ലെന്ന് തോന്നുന്നു എല്ലാരും. അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. കുഞ്ഞുങ്ങൾ അടിച്ചു വിടുകയില്ല. വായിക്ക്. അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു. പിന്നെ അവൻ വിട്ടയച്ചാൽ വെള്ളം അങ്ങ് വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയുന്നു. അതൊക്കെ അനുഭവിച്ചിട്ട് ഇരിക്കുകയാണല്ലോ 19-ലൊക്കെ. പിന്നെ വായിര്. അവന്റെ പക്കൽ ശക്തിയും അവിടുത്തെ പക്കൽ ശക്തിയും സാഫല്യവും ഉണ്ട്. വഞ്ചിതനും വഞ്ചകനും അവനുള്ളവർ. അവൻ മന്ത്രിമാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു. പിന്നെ ന്യായാധിപന്മാരെ ഭോഷന്മാരാക്കുന്നു. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു. അവരുടെ അരയ്ക്ക് കയറ് കെട്ടുന്നു. അവരുടെ അരയ്ക്ക് രാജാക്കന്മാർ. ഇതൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് എടുത്ത് പറയേണ്ട ഭാഗങ്ങളാ. അതിലോട്ട് ഇപ്പൊ പോകുന്നില്ല, വിഷയമല്ല. അടുത്തത്. അവരുടെ അരയ്ക്ക് കയറ് കെട്ടുന്നു. പിന്നെ അവൻ പുരോഹിതന്മാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു. അടുത്ത പദം ബലശാലികളെ തള്ളിയിട്ട് കളയുന്നു. അപ്പൊ ഈ തെള്ളിയിടുന്നത് പുള്ളിയാ. പിന്നെ അതിന് ചില വ്യക്തികളെ ദൈവം കാര്യത്തിലെടുക്കും. ദൈവമായി ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ഇയ്യോബ് പരിവക്കേട്ടിരുന്ന സമയത്ത് ഈ കൂട്ടുകാര്, സ്നേഹിതന്മാര് വന്നു. ബിൽദാദും സോബറും, നൈമത്തിനായി സോബറും ഒക്കെ വന്ന് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇയ്യോബ് അവരോട് പറയുന്ന ഭാഗം 12-ന്റെ 1 മുതൽ വായിര്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ,
ഓഹോ ആ നിങ്ങളാകുന്നു നിങ്ങളാണോ വിദ്വജ്ജനം? പിന്നെ വിദ്വജ്ജനം. നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം മരിക്കും. ജ്ഞാനം മരിക്കും. പിന്നെ ജ്ഞാനം മരിക്കും. നിങ്ങളെ പോലെ എനിക്ക് ബുദ്ധിയുണ്ട്, നിങ്ങളെക്കാൾ. അപ്പൊ ഇവരോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് 12-ാം വാക്യത്തില് പറഞ്ഞു, ആമേൻ, മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. അല്ലേ? 7 മുതൽ വായിച്ചേ. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. പിന്നെ ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കാം, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഇങ്ങനെ ഈ വിദ്വജ്ജനമെന്ന് ആമൻ ചിന്തിച്ച ആൾക്കാരുടെ കാര്യം പറഞ്ഞേച്ച് ഇയ്യോബ് ഒടുക്കി പറയാ, പുള്ളി അതള്ളിയിടുന്നു. അതെ, നമുക്ക് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. വേറെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. നമുക്കറിയാം 21 ലേഖനങ്ങളാണ്. ഈ വേറെ പുസ്തകത്തിലെ വിഷയത്തിൽ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശമാണ്. എന്തിനായി ഉപദേശം? രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വരുന്നവർ ഉപദേശം അനുസരിച്ച് വേണം പോകാനും നടക്കാനും ജീവിക്കാനും. അതിനാണ് 21 ലേഖനങ്ങൾ മുഴുവൻ ഉപദേശമാണ്. റോമാലേഖനം നമുക്കറിയാം വിശ്വാസത്തോടുള്ള നീതീകരണം, കൊരിന്ത്യ ലേഖനം അത് വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം ആ സ്ഥാനമാനങ്ങളെ കാണിക്കുന്നു, ഫിലിപ്പിയ ലേഖനം ഇവരുടെ സന്തോഷത്തെ കാണിക്കുന്നു, കൊലോസ്യ ലേഖനം അവകാശത്തെ കാണിക്കുക, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം പ്രത്യാശയ്ക്ക് നിദാനമായിട്ട് നിൽക്കുക, തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും വേണമെങ്കിൽ ഫിലേമോന്റെ ലേഖനമൊക്കെ ചേർത്ത് പഠിച്ചാൽ പ്രമാണങ്ങൾ ഉപദേശ വിഷയങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക് വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം? ഉപദേശമാണ്. സഭയ്ക്കകത്ത് ഞായറാഴ്ച വന്ന ഇങ്ങനെ ഞങ്ങളുടെ കുട്ടനാട്ട് വരാല് വെള്ളമെടുക്കുമ്പോൾ എടുത്ത് വെച്ച് പോകാനല്ല. ഇവിടെ അങ്ങനെ ആയിക്കോട്ടെ, ഞായറാഴ്ച വന്നേ സഭയ്ക്കകത്ത് നടക്കാൻ പ്രമാണമുണ്ട്. എനിക്ക് തോന്നുന്നത് പോലെ, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ, നമ്മുടെ ഭാര്യമാർക്കും പിള്ളേർക്കും തോന്നുന്നത് പോലെ, അല്ലെ അപ്പനും അമ്മയ്ക്കും തോന്നുന്നത് പോലെ അല്ല. സഭയ്ക്കകത്ത് നടക്കാൻ പ്രമാണമുണ്ട്. ആ പ്രമാണമാ ഇതിനകത്ത് ലേഖനത്തിനകത്ത് തന്നിരിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ. 3:14 തോന്നുന്നു, വായിച്ചേ. 3 പേര് 3:14. വായിരേ. കൊരിന്ത്യരോ തിമോഥെയോസിന്റെ ലേഖനം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു. പിന്നെ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവാലയത്തിൽ നടക്കേണ്ട പ്രമാണമുണ്ട്. ഒരു സഭയിൽ കൂടുമ്പോഴേ സഭ ദൈവത്തിൻ്റെതാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ സഭ. ആ സഭയ്ക്കകത്ത് നടക്കാൻ പ്രമാണമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും നടക്കാനല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പോൾ അത് കർക്കശ പ്രമാണം കൊടുത്തിരിക്കുക. അല്ലാതെ എൻ്റെ സഭയാ, ഞാൻ ഉണ്ടാക്കിയ സഭയാ, തങ്കച്ചൻ്റെ സഭ, പാപ്പച്ചൻ്റെ സഭ, വേവിച്ചൻ്റെ സഭ ഒന്നും പറഞ്ഞ കാര്യം നടക്കുകയല്ല. സഭ ദൈവത്തിൻ്റെതാണ്. ചിലപ്പോൾ എൻ്റെ സഭ നീ എപ്പോഴാ രക്തം ഊറ്റിയേ? സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെന്ന യേശുവ സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സഭയിൽ നടക്കുവാൻ പ്രമാണമുണ്ട്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ചിലരുടെ മുഖത്തെല്ലാം ഒരു മ്ലാനത. നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ ആദ്യ ദിവസം തന്നെ ഇങ്ങനെയാണല്ലോ വരുത്തിയത്. ഒന്ന് ബലപ്പെടാന്ന് ഓർത്ത് വന്നപ്പോൾ അയാള് ഉച്ചയ്ക്ക് അടിച്ചായി പോകുന്നെന്ന്. ഒന്നുമില്ല. ഈ അനുതാപത്തിനുള്ള ദുഃഖം, മാനസാന്തരത്തിനുള്ള ദുഃഖം നല്ലതാ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവസഭയിൽ എങ്ങനെ നടക്കണം? അതിന്റെ പ്രമാണമാ ഉപദേശങ്ങൾ. ലേഖനങ്ങളെല്ലാം ഉപദേശ വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യർക്ക് 2 ലേഖനം പൗലോസ് എഴുതി, 1-2 ലേഖനം. ഈ ലേഖനത്തിന്റെ വിശേഷത, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നമുക്കറിയാം 16 അധ്യായമാണ്. ഓരോ അധ്യായത്തിലും ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഓരോ വിഷയങ്ങളാ. 1-ാം അധ്യായത്തിൽ ഡിവിഷനാ. ചർച്ചിനകത്ത് ഡിവിഷൻ. ഇപ്പൊ ആ പേര് കേൾക്കുന്നില്ല. പണ്ടായിരുന്നു സ്റ്റേറ്റും ഡിവിഷനും. ഇപ്പൊ അത് കേൾക്കുന്നില്ല.
ആ വായിച്ച 1-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം. അയക്കേ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊലോസിന്റെ പക്ഷക്കാരൻ, പിന്നെ ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ പിന്നെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പൗലോസാണോ ക്രൂശിൽ മരിച്ചത്? പിന്നെ അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അങ്ങനെയാണോ സ്നാനപ്പെട്ട? അല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഡിവിഷൻ ഉണ്ടാക്കുക. ഓവർസിയറും രണ്ടുപേരും കൂടെ ഒരു എന്തുവാ എന്നാ പറയുന്നേ, ഒരു ഡിവിഷൻ. സെക്രട്ടറിയും ജനറലും കൂടെ വേറൊരു ഡിവിഷൻ. കമ്മിറ്റിയിൽ 3 ഗുണം പിടിക്കാത്തവന്മാര് വേറൊരു ഡിവിഷൻ. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ പൊതുവിലായി പറയുന്നേ. പാസ്റ്ററുടെ ഭാര്യയും അമ്മാമ്മയുടെ ശിങ്കിടി പെണ്ണുങ്ങളും കൂടെ വേറൊരു ഡിവിഷൻ. എല്ലാവർക്കും ഉണ്ട്, ശിങ്കിടികളുണ്ട്. ആരാധിക്കുന്നവരെല്ലാം കൂടെ ഒരു ഡിവിഷൻ. ഉപവസിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ബുധനാഴ്ചക്കാര് വെള്ളിയാഴ്ചക്കാരിലെ ഈ എന്തുവാ വ്രതം ഇരിക്കുന്നത് പോലെ. ബുധനാഴ്ച മാത്രം ഇരിക്കുന്ന പുള്ളിക്കാരുണ്ട്, അവരിങ്ങനെ ഇരിക്കുക. അപ്പം വെള്ളിയാഴ്ച ഇരിക്കുന്ന ആൾക്കാർ വരും. ഇതെല്ലാം ഓരോ ഡിവിഷനാ. ചർച്ചിനകത്ത് നീ ഡിവിഷൻ ഉണ്ടാക്കരുത്. സഭ ദൈവത്തിൻ്റെതാ. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാനല്ല വന്ന, പക്ഷെ ഇങ്ങനെ പറയണമെന്നൊരു പ്രേരണ കിട്ടിയത് കൊണ്ട് എവിടെയോ കൊള്ളുന്നുണ്ട്. പിന്നെ സഭയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നിന്നെ വിടുകയില്ല. അത് ഞാനാന്നേലും കൊള്ളാം, ആരാന്നേലും കൊള്ളാം, ബിനോയ് പാസ്റ്റർ ആന്നേലും കൊള്ളാം, ആമൻ ഇവിടുത്തെ ബേക്കുട്ടിച്ചാനാന്ന് പേരറിയാവുന്ന അങ്ങ് പറയും, ബേക്കുട്ടിച്ചാനാന്നേലും കൊള്ളാം, മേണിച്ചനാന്നേലും കൊള്ളാം, ഏത് അച്ഛനാന്നേലും കൊള്ളാം. സഭയ്ക്കകത്ത് പൊന്നച്ഛനാന്നേലും പൊടിയച്ഛനാന്നേലും, പൊന്നമ്മയാന്നേലും പൊടിയമ്മയാന്നേലും ഏതമ്മയാന്നേലും സഭയ്ക്കകത്ത് ഡിവിഷൻ ഉണ്ടാക്കിയാൽ, ഗ്രൂപ്പിസം ഉണ്ടാക്കിയാൽ, ഉണ്ടാക്കുന്നവനെ ദൈവം വിടത്തില്ല. നാടൻ ഭാഷയെ പറഞ്ഞ നീ ഒരു നടക്ക് പോകത്തുമില്ല. സഭ ദൈവത്തിൻ്റെതാ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ അലങ്കാരമില്ല, സ്ഥാനമാന ശോഭമില്ല, അലങ്കാരമില്ല, സ്ഥാനമാന ശോഭമില്ല, അലങ്കാരമില്ല, സ്ഥാനമാന ശോഭമില്ല, േമില്ല, പരിഭവിക്കില്ലോ, ക്ഷമിക്ക മാത്രം. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. കളിക്കോട്ടങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല, കളിക്കോട്ടങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല, കളിക്കോട്ടങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല, കളിക്കോട്ട കർത്തൃഭാവം ധരിപ്പോരില്ല. ഓമക്കുറ്റന്നെ സ്തുതിക്കോട്ടിയരല്ല, പാടന്റെ നിക്കിൽപ്പെട്ട നമ്മില്ല. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഓ ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. അപ്പൊ ശ്രദ്ധിക്കുക, സഭ ദൈവത്തിൻ്റെതാ. ഈ സഭയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം.
ഈ സഭയിൽ വന്നതാ നമ്മുടെ രക്ഷ. ഈ സഭയുടെ അംഗമായതാ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം. അങ്ങനെയുള്ള സഭയ്ക്കകത്ത് ഡിവിഷൻ ഉണ്ടാക്കരുത്. ചെല്ലു പറയാ കൺവെൻഷൻ ഒന്ന് കഴിയട്ടെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ കൺവെൻഷൻ തീരുന്നത് വരെ നീ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? എല്ലാവരുടെയും കാര്യമല്ല, ഗുരുക്കൊപ്പിക്കുന്നവന്റെ കാര്യമാണ്. നിങ്ങൾ നാളെ പറയുന്നത് അയാൾ വന്ന് എല്ലാവരും ചത്തുപോകുമെന്ന് പറഞ്ഞാൽ ചാപോയെന്ന്. അങ്ങനൊന്നുമല്ല, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. സഭ ദൈവത്തിൻ്റെതാ, അതൊക്കെ ദൈവം പരിഹരിച്ചോളും. അഥവാ സഭയ്ക്കകത്ത് വല്ല പ്രശ്നമോ അസ്വസ്ഥതയോ വന്നാൽ അത് അങ്ങോട്ട് കൊടുക്കണം. മർക്കോസ് 7:37 അവൻ സകലതും നന്നായി ചെയ്തെന്ന, നന്നായി ചെയ്യുന്നവന്റെ കരങ്ങളിലോട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്നത് നന്നായിട്ട് ചെയ്യും. ദൈവത്തിന് മഹത്വം. ദൈവം വിശ്വസ്തനല്ലേ? ഞാൻ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും പറയുന്നത്, അനുഭവത്തിൽ നിന്നാ. ഒരിക്കല് ഒരുത്തനോട് പറഞ്ഞു, ഇനി തോമ്പിക്കണ്ടത്ത് കയറ്റുകയല്ലെന്ന്. അവന്റെ വല്യമ്മയുടെ ശ്രീധനത്തുക കിട്ടിയതല്ലേ തോമ്പിക്കണ്ട. വിളിച്ചതിന് നന്ദി. ആ ഊളം പറഞ്ഞതാ. മാണിച്ചൻ അറിയാവല്ലോ ചില കാര്യങ്ങൾ. ദൈവം തീരുമാനിക്കും നീ എവിടെ നിൽക്കണം. ദൈവം തീരുമാനിക്കും നീ എങ്ങനെ ആകണം. ദൈവം തീരുമാനിക്കും നീ എന്താകണം. ഞാനും നീയും ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, മുട്ടയിലിരുന്നോണം. വിഷയങ്ങൾ മേളിലോട്ട് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഉയരങ്ങളിൽ ഒരുവൻ ഇരിപ്പുണ്ട്, നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവം. ഞാനിങ്ങനെ പറയാനുണ്ട്, സംഖ്യാപുസ്തകം 16 പഠിക്കുമ്പോൾ സഭയ്ക്കകത്ത് പ്രശ്നം. കോരച്ചന് മെയിൻ ആള്. കോരച്ചൻ വായിച്ച 16:1. 16:1. ഏത് 16:1 ആയിരിക്കും? സംഖ്യാപുസ്തകം 16:1. പെട്ടെന്ന് വായിച്ചോ. മൈക്ക് കൂടെ വായിക്കേ. സഹോദരിയുടെ പേരെന്തുവാ? സോണിയ. മൈക്ക് കൂടെ. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഖാരിന്റെ മകൻ കോരച്ചന് പിന്നെ രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ അബീരാം പേലത്തിന്റെ മകനായ ഓൻ. ഇപ്പൊ സഭയ്ക്കകത്തെല്ലാം ദാദായാന്നല്ലോ. ദാദായും കോരച്ചനും മോളെ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരുമായ പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി. അപ്പൊ ഇത് കുറഞ്ഞ കക്ഷികളല്ല സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കിയത്, എല്ലാം കെട്ടിയവരാ. സംഘ സദസ്യന്മാർ 250 പ്രമാണിമാരാ. അല്ലേലും പാവത്തങ്ങൾ ഒന്നിനും പോകത്തില്ലല്ലോ. പാവത്തങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയരുടെ കാര്യമാണ്. അല്ലാതെ കീറിയ സാരിയും കീറിയ ഷർട്ടും മീശ പഠിക്കാൻ കാശില്ലാതിരിക്കുകയും മുണ്ട് തെറ്റി ഉടുക്കുകയും ബട്ടൺസ് തെറ്റിച്ചിടുകയും ചെയ്യുന്നവൻ്റെ കാര്യമല്ല. അവൻ്റെ ഇരിപ്പ് കാണാൻ അവൻ പാവത്താനൊന്നുമല്ല, അവൻ വലിയ വിഷമാ. പിന്നെ പരുവക്കേട് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാ. അവൻ്റെ 10 രൂപ കിട്ടട്ടെ അവൻ്റെ നാനിനാറ പറയാം. അതാണ്, അവൻ പാവമൊന്നുമല്ല. ആണെന്ന് ഒന്നുമില്ലാത്തവനല്ല. എന്തേലും നന്മ കിട്ടുമ്പോൾ എല്ലാവരുമല്ല, ചിലരുടെ അഹങ്കാരം കണ്ടിട്ടില്ലേ? പണ്ട് ഒരു ഗതിയില്ലാത്ത ഒരുത്തനെ ഞാനും കൂടെ ഉണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവര് ഞാനും ഉണ്ട്, ഫെയ്ത്തോമിലോട്ടാണ് ചെന്നത്. അപ്പോൾ അവര് പെട്ടെന്ന് കയറി ചെന്നതല്ലേ ഉച്ചയ്ക്ക്. ഞാൻ പറഞ്ഞതാ പോകണ്ട, നമുക്ക് വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചേച്ചങ്ങ് എൻ്റെ ആളാന്ന് പറഞ്ഞു. നിർബന്ധിച്ച് എന്നെയും കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്ന് കഴിച്ചപ്പോഴേ പെട്ടെന്ന് കയറി ചെന്നതല്ലേ ഫെയ്ത്തോമിലോട്ട്. അവർ നല്ല മനസ്സോടെ ഭക്ഷണം തന്നു. അത് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ കഴിക്കുകയല്ലേ വേണ്ടേ. അപ്പോൾ ആ മാന്യ കർത്തൃദാസി ചമ്മന്തിയും പെട്ടെന്ന് അരച്ച് വേറെ ഏതാണ്ട് 1-2 കൂട്ടാനുണ്ട്. ആ കൂടെ ഈ ഉണക്കക്കുറിച്ചി കൊണ്ടുവന്ന് വറുത്ത് നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പം ഇങ്ങേര് പറയാ, ഈ വന്ന കാലത്ത് ആരാ ഉണക്കക്കുറിച്ചി? അവർ എണ്ണയ്ക്കകത്ത് ഇട്ട് കുറിച്ച് നന്നായിട്ട് വറുത്ത് തന്നതാ. ഇയാളുടെ കൊച്ചിലെ കുട്ടൻ കരിയിലേക്കകത്തോട്ട് ചുട്ടു തിന്നവനാ. അഹങ്കാരം കണ്ടോ? കനലിപ്പോലും അല്ല, കരിയലേക്കകത്ത് കൊക്കോയുടെ കരിയല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ?
ഉച്ചയ്ക്ക് അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നതും പോരാ, അവർ തന്നതും പോരാ. അത് സന്തോഷത്തോടല്ലേ ചെയ്യണ്ടേ? അയ്യോ നന്നായിരിക്കുന്നു അതല്ലേ ചെയ്യണ്ടേ? ഇത്ര അഹങ്കാരമുള്ള കുറെ എണ്ണം. ഒരിക്കലേ ഒരു സഹോദരി, എനിക്കും അറിവുള്ളതാ, ആ സഹോദരനും സഹോദരിയും കൂടെ വേറൊരു ഒരു വിശേഷ വേലക്കാരാ, അവർക്ക് ഡ്രസ്സ് കൊടുത്തു, അവരുടെ സാഹചര്യം അനുസരിച്ച് കൊടുത്തു. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഈ ചുരിദാറാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് ഇത് ഇച്ചിരി കീറി, അതിൻ്റെ കൂടെ ഇച്ചിരി പൈസയൊക്കെ കൊടുത്തു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. എടുത്ത് എറിഞ്ഞേച്ച് പറഞ്ഞു അവൾക്ക് കൊണ്ട് കൊടുത്തേക്കാൻ. ഞാനിങ്ങനെ കീറിയതൊന്നും കൊടുത്ത കാശ് കൊടുത്തില്ല, എൻ്റെ കയ്യിലാ പൊതിഞ്ഞ് തന്നത്, തിരിച്ചു കൊണ്ട് കൊടുത്തേക്കാൻ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം. അപ്പം പൊതി എന്നാന്ന് എനിക്കറിയത്തില്ല, ഇന്ന ആടെ കൊടുത്തേക്കാൻ പറഞ്ഞു. പിന്നീട് ആ വീട്ടുകാരാ പറഞ്ഞ് ഞാനിത് അറിഞ്ഞത്. അഹങ്കാരം പിടിച്ചതൊക്കെ. എൻ്റെ വല്യമ്മച്ചി ഒരു പഴഞ്ചൊല്ല് പറയാം, അത്ര നല്ലതല്ല, എന്നാലും അമ്മച്ചി പറയും, എടാ കുണ്ട് കാണാത്തച്ചി കുണ്ട് കണ്ട, കണ്ട കുണ്ടെല്ലാം ദേവലോകം. എരഗതിയും പരഗതിയും ഇല്ലാതെ കിടന്നവനൊക്കെ ദൈവം നന്മ കൊടുക്കുമ്പോൾ മിക്കതിനും അഹങ്കാരമാണ്. ദൈവം നിനക്ക് നന്മ തരുമ്പോൾ ഒന്നുകൂടെ വിനയപ്പെട്ടോണം. ദൈവമേ ഞാനിതിന് യോഗ്യനല്ലായിരുന്നു. അയോഗ്യതയുള്ളവളല്ല, അവിടുത്തെ കരുണയാ, അവിടുത്തെ കൃപയാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠനാമര, ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠൻ ഒപ്പമിരുത്തിയതെന്നയും അത്ഭുതം വരാ, നരകൊപ്പമിരുത്തിയതെന്നയും അത്ഭുതം വരാ. മനുവേല വന്ദനം മണ്ണിലേഖന, അനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഓ നീ കൃപ കാട്ടി നായക, ജീവനായക, നീ കൃപ കാട്ടി നായക, ജീവനായക. മനുവേല വന്ദനം മണ്ണിലേഖന, അനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം നമുക്ക് നന്മ തരുമ്പോൾ വിനയപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ മുമ്പോട്ട് പോക. സഭയ്ക്കകത്ത് പക്ഷം പിടിപ്പിക്കരുത്, ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. സഭ ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന, പക്ഷം പിടിപ്പിക്കുന്ന, സഭയ്ക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരുത്തനെയും ദൈവം വിടുകയല്ല. കാരണം നീ ദൈവത്തോടാ കയറി കളിക്കുന്നേ. നിനക്കിപ്പോൾ ഒരു സഭയെ നിൽക്കാൻ താല്പര്യമില്ല, അവിടെ നിന്ന് മാറിയേക്കണം, അവിടെ നിന്ന് മെനക്കേടൊപ്പിക്കരുതെന്ന്. അവിടെ കിടന്നേ കുരുക്കൊപ്പിക്കരുത്. ഒരു നടക്ക് പോകുകയാണ്. എത്ര എണ്ണത്തിന്റെ കേസാണ് നമുക്കറിയാവുന്നേ. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ. സഭ ദൈവത്തിൻ്റെതാണ്. 1-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് ഡിവിഷൻ പാടില്ല. 2-3 അധ്യായത്തിലെ 3 ടൈപ്പ് ആൾക്കാരെ എടുത്തു പറയുക: ആത്മീകനും, പ്രാകൃതനും, ജഡീകനും. 2-14-15 വായിച്ചേ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ഒന്നാമത്തെ കക്ഷിയാ. പിന്നെ ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവന് ഉപദേശം ഒന്നും ഇഷ്ടമല്ലല്ലോ, അത് അവന് പോഷത്വമാകുന്നു. അവന് ഉപദേശം പറയുമ്പോ ഇവനിരുന്ന് വിളിക്കുന്ന കാണാം.
ആത്മീയമായി അത് നിർത്ത് സഹോദരിയും സോണിയായേ. ആ, ഉപദേശം പറയുമ്പോൾ ഒന്നേന് ഇവനെ ഇറങ്ങിപ്പോകും, അല്ലെ ഉപദേശം പറയുമ്പോൾ ഇവൻ അശ്രദ്ധയോടിരിക്കും, അല്ലെ ഉപദേശം പറയുമ്പോൾ ഇവൻ മൊബൈലിൽ തോണ്ടും. സ്റ്റേജിലിരുന്ന് തോണ്ടുന്ന ആൾക്കാരെ എത്ര എണ്ണത്തിന് എനിക്കറിയാം. നമ്മൾ ഉപദേശം പറയുക, അവനിതൊന്നും വിഷയമല്ല, അവനിങ്ങനെ കണ്ടർകാള കളിച്ച് നടക്കണം. എന്നാ മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്തേലും ഉണ്ട്? ഇപ്പൊ പറയണം, കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ. ആ, ദൈവത്തിന് മഹത്വം. ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ദൂതൊരുക്കി ഉപദേശം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല. അവൻ പ്രാകൃതനാന്ന്. ഒന്നുകൂടെ വായിച്ചേ സോണിയ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവനിതൊന്നും വിഷയമല്ല. അവന് കൺവെൻഷൻ വരുമ്പോൾ, ക്രൂസൈഡ് വരുമ്പോൾ മുടുത്ത ബാഡ്ജുമൊക്കെ കെട്ടി ഒരു വലിയ മുട്ടറ്റുള്ള ജിബായിട്ട് ഇങ്ങനെ ഡാറ്റ അടിച്ച് സായി ബാബ നിൽക്കുമ്പോൾ ഇവനിതൊന്നും വിഷയമല്ലെന്ന്. എല്ലാവരും ആരാധിക്കും, ഇവൻ ആരാധിക്കത്തില്ലോ. ഇവൻ അന്നേരം നത്തുകുത്തിയിരിക്കുമ്പോൾ ഇരിക്കുക. എല്ലാരും പാട്ട് പാടുമ്പോൾ ഇവൻ ശ്രദ്ധിക്കത്തില്ല, പാടത്തില്ലല്ലോ, കൈയടിക്കത്തില്ലല്ലോ. ആ, തിരുമേശിയായിട്ട് വരുമ്പോൾ ഇവൻ നിൽക്കുകയല്ലോ ട്രാഫിക് പോലീസ് നിൽക്കും പോലെ. ഇവനിതൊന്നും വിഷയമല്ലെന്ന്. ഇവൻ എങ്ങനെ ഇതിനകത്ത് കയറി 10 പുത്തൻ ഉണ്ടാക്കണം, ഇവന്റെ കാര്യം നടക്കണം, ഇവന്റെ പെമ്പിളയുടെയും പിള്ളേരുടെയും കാര്യം നടക്കണം. ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇപ്പൊ സഭയുടെ ചുമതലയുണ്ടോ? ഓ, ഇപ്പോൾ ഇല്ല. ഞാൻ ചോദിച്ചു, പിള്ളേര് പറഞ്ഞു നീ ചെയ്യണ്ടാന്ന്. അയ്യോ, പിള്ളേര് വെളിയിലോട്ട് പോയി. അപ്പൊ പിള്ളേര് പറഞ്ഞു, ഡാഡി ഇനിയും പഴയതുപോലെ. അതിനാ പിള്ളേര് ഇപ്പൊ ഒരു നല്ല സെറ്റപ്പ്. അപ്പൊ പിള്ളേരെ സെറ്റപ്പിലാക്കാനാ പുള്ളി ഇത്രയും നാൾ ഈ വെളച്ചിൽ കാണിച്ചേ. എന്റെ സഹോദരന്മാരോട് പറയാം, മരണം വരെ ശുശ്രൂഷിച്ചോണം. ആയുസ്സും ആരോഗ്യവും തരുന്ന കാലം വരെ. പിള്ളേര് പറഞ്ഞെന്നും പറഞ്ഞ് നീ പുസ്തകം മടക്കി വെച്ച ചിരിക്കരുത്. എത്ര എണ്ണത്തിന് എനിക്കറിയാം പിള്ളേര് പറഞ്ഞെന്ന്. അപ്പൊ പിള്ളേരെ ഒരു നിലയിലാക്കാനാ നീ മെയിൻ സഭയെല്ലാം സെൻട്രൽ പാസ്റ്ററെ, ഓവർ സൂപ്രണ്ടിന്റെ എന്താ ഇസ്കി അടിച്ച്. ദൈവത്തിന് മഹത്വം. പിള്ളേര് പറഞ്ഞു നീ മേലെയൊന്നും. അപ്പൊ പിള്ളേരുടെ വേലയായിരുന്നു. എന്റെ സഹപാഠന്മാരോട് പറയാം, മരണം വരെ വേല ചെയ്തോണം. ആയുസ്സും ആരോഗ്യവും ഓർമ്മയുണ്ടെങ്കിൽ കണ്ണടയുന്നത് വരെ. പിള്ളേര് പറഞ്ഞു, പെമ്പള പറഞ്ഞു, പെമ്പളയുടെ അനിയത്തി പറഞ്ഞു, അപ്പുറത്ത്. അതൊന്നും അങ്ങനെ അല്ല ഈ വേല. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മണ്ണിടത്തിൽ മേടിഞ്ഞു, ഓ മണ്ണിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം മേടിഞ്ഞു വന്ന നന്ദനന്റെ വന്ധ്യപാദം ഇന്നും ഒന്നായി വന്നിച്ചിടാൻ. വന്ധ്യപാദം ഇന്നും ഒന്നായി വന്നിച്ചിടാൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വില ചെയ്യുവീ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വില ചെയ്യുവീ. അപ്പൊ ഈ പ്രാകൃതൻ, ഇവന് ദൈവാത്മാവിന്റെ ഉപദേശമൊന്നും അവനൊന്നും വിഷയമല്ല. അവന് സഭയ്ക്കകത്ത് വരുന്ന കിളിമാസ് കളിക്കാനാ. പിന്നെ ചിലർക്ക് 10 പുത്തൻ എങ്ങനെയാലും ഉണ്ടാക്കണം. പൈസ വേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതല്ല ലക്ഷ്യം. പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു, തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇത് അടിച്ച് പാടുന്നില്ലേ? എന്നെ അതിന് പാടുന്നേ? ചപ്പളാൻ കെട്ടി അടിച്ച് പാടുക. അപ്പം ഓരോരുത്തരുടെയൊക്കെ ചെല്ലുമ്പോൾ 5 രൂപയും 5 പൈസയും 10 പൈസയും അന്നത്തെ കാലത്ത് കൊടുക്കുക. അപ്പൊ പാട്ടിന്റെ വരി ഇങ്ങനെ തീവണ്ടിയല്ല ഓരോ ബോഗിലും കയറി പാടുക. പഴയതോ പാട്ടാ, സിനിമാ പാട്ടാണോ, നാടകത്തോ, ഏതോ ഒരു പാട്ടിന്റെ വരി ഇതാ: വണ്ടി വണ്ടി തീവണ്ടി കൂകിപ്പായും തീവണ്ടി. അതിന്റെ ഒരു വരിക: ചക്രത്തിന്മേൽ നീ ഓടുന്നു, ചക്രത്തിനായി ഞാൻ ഓടുന്നു.
എന്ത് പ്രാസമാ? ചക്രത്തലല്ലേ? ആ, ചക്രത്ത് വണ്ടി തീവണ്ടി. അത് ഇനി എല്ലാ വരിയും മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അമ്മയ്ക്കറിയാമോ? ചക്രത്തിന്മേൽ നീ ഓടുന്നു, ചക്രത്തിനായി ഞാൻ ഓടുന്നു. പ്രാകൃതനെ അവൻ ഇതിനകത്ത് കയറി പറ്റിയത് എന്തായാലും 2-3 അടിക്കാനാ. അല്ലാതെ അവന് ആത്മീകമല്ല വിഷയം. അവൻ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഒന്നും അല്ല അവന് വിഷയം. അപ്പൊ ഇതിനകത്ത് പ്രാകൃതനുണ്ട്. ആ, വായിച്ചേ അടുത്തത്. സോണിയ, അവർക്ക് എന്നാ വായിക്കാൻ പടവ് കൊടുക്കാത്തെ? നിങ്ങളെ രണ്ടിനെയും പിടിച്ച് മുന്നിരുത്തിയേച്ച്. ആ, അമ്മ വായിച്ചേ. പിന്നെ എന്തിനാ ഒരുങ്ങി കെട്ടി മുന്നിൽ വന്നിരുന്നേ? വായിക്കേ, പെട്ടെന്ന് വായിരേ. അല്ലെ പിന്നെ പറയരുത് യോഗത്തിന് എനിക്ക് അവസരം തന്നില്ലെന്ന്. പെണ്ണുങ്ങളാ നിങ്ങൾ കയറി കൊമ്പ് കോർത്താ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പിന്നെ അതവന് ഭോഷത്വമാകുന്നു. പിന്നെ ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മികനോ ആത്മീകൻ. അപ്പോ 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ പറയുക ആത്മീകനും പ്രാകൃതനും. ഇനി 3-ന്റെ 1 മുതൽ വായിച്ചേ. നടുക്കിരിക്കുന്ന അമ്മാമ്മ വായിക്കേ, 3 പേരും വായിക്കും, സഹകരിക്കേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് വായിച്ചോ. ആത്മീയന്മാരോടെന്ന പോലെ എന്നതുപോലെയല്ല, ജഡീകന്മാരോടെന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രയാ സംസാരിപ്പാൻ കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ ജഡീകനെ രേഖപ്പെടുത്തി. അപ്പോൾ സഭയ്ക്കകത്ത് പ്രാകൃതനുണ്ട്, ആത്മീകനുണ്ട്, ജഡീകനുണ്ട്. പക്ഷേ നീ അവിടെ പോയി ഇറങ്ങിയിരിക്കും. എവിടെ പോവാ? നീ അവിടെ പോയി. നീ ഇങ്ങനെ കൂർപ്പണൊക്കെ പോകും പോലെ പോകാം. അങ്ങോട്ട് പോയി. അവള് മുടിയാട്ടത്തിന് വന്നത് മുടിയെല്ലാം അടിച്ചിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സ്വോത്ര കാഴ്ചയ്ക്ക് ഒരു പാട്ട് പാടാൻ നേരം നീ പോയിച്ച് പെട്ടെന്ന് വരണം. ഇപ്പൊ അവിടെ ഇനി അപ്പോൾ സഭയ്ക്കകത്ത് ആത്മീകനുണ്ട്, പ്രാകൃതൻ, ജഡീകൻ. ആത്മീകനെ കണ്ടാൽ അറിയാം, അവൻ ആരാധനയ്ക്ക് വന്നിരുന്നാൽ അറിയാം, അവന്റെ മുഖം കണ്ടാൽ അറിയാം, എന്റെ ഭാഷ അവന്റെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം, അവന്റെ കയ്യടി കാണുമ്പോൾ അറിയാം, അവൻ വന്നാൽ അറിയാം. ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കണ്ട. അവൻ ഫ്രണ്ടിലിരുന്നാല്, പുറകിരുന്നാല്, റോഡിലിരുന്നാല്, സ്റ്റേജിലിരുന്നാല്, പാട്ടുകാരുടെ കൂട്ടത്തിലാന്നാല് അവൻ വന്നാൽ അറിയും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിന് മൈക്ക് വെച്ചൊന്നും പറയണ്ട, ആത്മീകം വന്നിട്ടുണ്ടെന്നൊന്നും പറയണ്ട. അവൻ എവിടെ ഇരുന്നാലും അവന്റെ കയ്യടി, പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ അറിയാം ഇവൻ ആത്മീകനാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെയുള്ള ഭിന്നതകളും തർക്കവും പ്രാകൃതനും ഒക്കെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 4-ാം അധ്യായത്തിൽ പോലെ ചുമ്മാ ഇരുന്നെങ്കിൽ ചീർക്കുക. 4-ാം അധ്യായത്തിൽ വെറുതെ അങ്ങ് വീർക്കുക. കഴമ്പൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പുള്ളിക്ക് തന്നെ തോന്നുക ഏതാണ്ടൊക്കെ ആയെന്ന്. 4-ന്റെ 18 വായിച്ചേ സോണിയ. ആരെങ്കിലും വായിച്ചോ? 3 പേരില്ലേ? എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. ചിലരിങ്ങനെ ചുമ്മാ ചീർത്തിരിക്കുക, വീർക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു ജീവിയുണ്ട്. ഇവിടെ അതിനെ തവളയാ, തവള തന്നെ പലതുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷ പറയാം കുട്ടത്തി മാക്രി. ഇത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ. നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒത്തിരി കുട്ടത്തിയുണ്ട്. കുട്ടത്തി അങ്ങനെ ചുമ്മാ ഇരുന്നങ്ങ് വീർക്കുക. ഏതാണ്ടല്ലേ അറിയാം, ഞാൻ ജ്ഞാനിയാ, പണ്ഡിതനാ, പണ്ഡിത ശിരോമണിയാ, എന്നെ പോലെ അറിവുള്ള ആരും ഇപ്പോൾ തോമ്പിക്കണ്ടത്ത് ഇല്ല. ഞാൻ വലിയ വൈസ്രോയിയാ, മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഉപ്പാപ്പനാ. എടാ, നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പീത്ത വരെ ഇളകിയാ മതി, നീ തീർന്നു. പൗലോസ് പറഞ്ഞൊരു ഞാൻ കടമെടുക്കുക, ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ വല്ലതുമാകുന്നെങ്കിൽ കൃപയാ, അവിടുത്തെ മഹാകൃപയാ ഇന്ന് രാത്രി ഇവിടെ വന്നത്. ഇവിടെ ഇരിക്കുന്നത്, ഈ കൺവെൻഷൻ തുടങ്ങിയത് ദൈവത്തിന്റെ മഹാകൃപയാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഉപകാരങ്ങൾ
ഓർത്തു നിരന്തരം നന്ദിയാൽ പ്രിയനെ വാഴ്ത്തി പുകഴ്ത്തിടാൻ ഉപകാരങ്ങൾ ഓർത്തു നിരന്തരം നന്ദിയാൽ പ്രിയനെ വാഴ്ത്തി പുകഴ്ത്തിടാൻ നിന്റെ കൃത്യങ്ങൾ മോചിച്ചിടുന്നു നിന്നുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു നിൻ ജീവനവൻ വീണ്ടെടുത്തിടുന്നു നിന്റെ കൃത്യങ്ങൾ മോചിച്ചിടുന്നു നിന്നുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു നിൻ ജീവനവൻ വീണ്ടെടുത്തിടുന്നു എൻ മനമേ ദിനം വാഴ്ത്തുക നീ എന്റെ സർവാന്തരംഗഭൂമേ യഹോവയെ എൻ മനമേ ദിനം വാഴ്ത്തുക നീ എന്റെ സർവാന്തരംഗഭൂമേ യഹോവയെ എൻ മനമേ ദിനം വാഴ്ത്തുക നീ യഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് 62-ാം സങ്കീർത്തനം മനഃപാഠമാണല്ലോ ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യ ജനം ഒരു ശ്വാസം ശ്രേഷ്ഠജന പോഷ്ക്ക് തുലാസിന്റെ തട്ടിൽ പൊങ്ങിപ്പോകും ശ്വാസത്തെക്കാൾ ലഘുവാകുന്ന പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വെച്ചാൽ മനസ്സും വെക്കരുത് ബലം ദൈവത്തിനുള്ളതാ ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക് നാം ആകുന്നത് കൃപയാ ഇത് ചുമ്മാ ഇരുന്നങ്ങ് ചീർപ്പാ ഏതാണ്ടല്ല ഡോക്ടർ റോബറൻ സോയൻസോ പുസ്തകക്രമം പോലും തീർച്ചയായിട്ടും അറിയാൻ മേല അയ്യോ കല്യാണത്തിനും ശവോടക്കിനും ഒക്കെ ചെന്ന് വാക്യം വായിക്കുന്നത് മുഴുവൻ തെറ്റാ എന്നാ ചുമ്മാ ഇരിക്കുമ്പോ ഇത് വായിക്കണ്ടേ വെറുതെ ഇരിക്കുമ്പോഴേ ചുമ്മാ ചപ്പളാത്തി അടിച്ചിരിക്കാടെ എല്ലാം അങ്ങ് ഡോയും റവയും മൈദായും ആട്ടയും ആയിക്കോ അതുകൊണ്ട് അങ്ങ് ചീർക്കുക ഇരുന്നങ്ങ് വീർക്കുക ഈ ചീർപ്പേ ഉള്ളു ശക്തിയില്ല അടുത്ത വാക്യം വായിച്ച സോണിയ കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് കർത്താവിന് ഇഷ്ടമാണ് അങ്ങോട്ട് ഞാൻ വരും വീർത്ത് കെട്ടിയിരിക്കുന്നവനെയല്ല ഞാനൊന്ന് നോക്കും ഡോയും റവയും ആട്ടയും മൈദയും ജനറൽ കൗൺസിലും സ്റ്റേറ്റ് കൗൺസിലും പിന്നെ സൂപ്രണ്ട് ഓവർസിയർ പിന്നെ ഖജാൻജി എല്ലാത്തിനും ഞാനൊന്ന് പൗലോസാറാ പറഞ്ഞേ അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളു ഭാഷ ഞാനങ്ങ് പറയുക വേഗത്തിൽ ദൈവാനുവദിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും വന്നിട്ട് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ചീർത്തിരിക്കുന്നവന്റെ ഡയലോഗ് ഒന്നുമല്ല പിന്നെയോ ശക്തി കൊണ്ടറിയും ഇവനൊക്കെ അഭിഷേകം പ്രാപിച്ചതാണോ ഇവൻ ആരാധിക്കുന്നവനാണോ ഇവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണോ ഇവൻ തൊണ്ട തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നവനാണോ ഇത് ഞാനൊന്ന് കണ്ടറിയും ചിലർക്ക് ചില സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോ കൈയടിക്കത്തില്ല സ്തോത്രം പറയല്ല എവരുടെ വിചാരം സ്ഥാനം പോകുവല്ലടാ ദൈവത്തെ ആരാധിച്ച മാനം കൂടും സ്ഥാനം പോകുവല്ല മാനം കൂടും പൂർണ്ണ ശക്തിയോട് ദാവീദ് കുതിച്ച് ദാവീദിനെ പോലെ പൊസിഷനുള്ള ആരിതിനകത്ത് ഇരിപ്പുണ്ട് രാജാവാ ഇസ്രായേലിലെ മാത്രമാണോ അയ്യോ എന്തോ മിടുക്കന മിടുമിട് സുനേത്രൻ നമ്മുടെ കണ്ണാന്ന തെങ്ങ നോക്കിയാ മാവേല നമ്മുടെ നേത്രം ദാവീദ് നല്ല സുനേത്രൻ പവിഴ നിറം നമുക്ക് ലൈറ്റ് അടിച്ചെങ്കിലേ നമുക്ക് വെട്ടം മണിച്ചനെ ഇച്ചിരി തിളക്കമുണ്ട് പിന്നെ ഞങ്ങൾ ഇത്രയും പേരുടെ കൂട്ടത്തിൽ വാണിച്ചനെ ഉള്ളിച്ചിര അത് മുന്നിരുന്നത് നന്നായി ഞങ്ങൾക്ക് അല്ലേ എത്ര ലൈറ്റ് അങ്ങോട്ട് അടിച്ചു വെച്ചേക്കുന്നേ എല്ലാ വീഡിയോയിലൊന്നും കാണുകയല്ല എല്ലാ ഒരുമാതിരി പരിവക്കേട് ഞാൻ തകിതം എനിക്ക് എന്നെ പിന്നെ തെളിയിത്തു വെള്ളത്തുണി ഒത്തിരി ഉള്ളത് കൊണ്ട് അതുകൂടെ കണക്കിലെടുത്താ ഇതൊക്കെ എടുത്ത് വന്നേക്കുന്നേ പക്ഷെ ദാവീദ് അങ്ങനല്ല അയ്യോ നല്ല പവിട നിറം സുനേത്രൻ പവിട നിറം കിന്നര വായനയിൽ നിപുണൻ നല്ല പൊസിഷൻ രാജാ പദവിയാ പക്ഷേ യഹോവയുടെ പെട്ടകം പട്ടണത്തിലോട്ട് വന്നപ്പോൾ പൊസിഷൻ ഒന്നും നോക്കിയില്ല സുനേത്രനാന്നൊന്നും നോക്കിയില്ല സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമൊന്നും പുള്ളി നോക്കിയില്ല പെട്ടകത്തിന്റെ മുമ്പിൽ കുതിച്ചങ്ങോട്ട് നൃത്തം ചെയ്തു ദൈവത്തിന് മഹത്വം പൂർണ്ണ ശക്തിയോടെ 6:14
പെട്ടെന്ന് വായിച്ചേ. 6:14. പെട്ടെന്ന് വായിര്. ശൗമേലിന്റെ 2-ാം പുസ്തകം 6:14. പെട്ടെന്ന് വായിച്ചോ. അവിടെ അല്ലയോ നൃത്തം ചെയ്തത്. പെട്ടെന്ന് വായിര്. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദ് ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ നിങ്ങൾക്കറിയാം പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നൃത്തം ചെയ്തെന്ന്. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറഞ്ഞ ആ ഭാഗമാണ്. അങ്ങനെ പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ സഹധർമ്മിണി ഇടഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പാകെ ഇങ്ങനെ തന്നെ അനാവൃതനാക്കി ഒന്നും വർഷിപ്പ് ചെയ്യരുത്. നമ്മൾ റോയൽ ഫാമിലിയാണെന്നുള്ള ആ ചിന്ത പലപ്പോഴും അച്ചായൻ മറന്നു പോകുന്നു. ഇന്നലെയും ഞാൻ ക്ലബ്ബിൽ ചെന്നപ്പോൾ ഏതാ വിമൻസ് ക്ലബ്ബ്, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? ഞാൻ ഇന്നലെയും അവിടെ ചെന്ന് WMC എന്തോ വിമൻസ് ഫെലോഷിപ്പ് അല്ലേ മാണിച്ച ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, എടീ നിന്റെ ഹസ് എന്താ ഇങ്ങനെ എഴുതിയില്ലെങ്കിലും ദാവീദ് പറഞ്ഞു, എടീ വിവരദോഷി, നിന്റെ അപ്പന് ഭൂതം കയറി നടന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. അയാൾ ഭൂതം കയറി നൊരയും പതയെല്ലാം ചാടി ഇടയ്ക്കിടയ്ക്ക് പിന്നെ ദാവീദ് വന്ന് കിന്നരം വായിക്കുമ്പോൾ തിരുമേനിക്ക് അല്പം ആശ്വാസം. അതാ ചില ഇന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസമുണ്ട്. ദാവീദ് പറഞ്ഞെടി, ഈ നിങ്ങളെല്ലാം റോയൽ ഫാമിലി കളിച്ചപ്പം ഞാൻ പുൽപ്പുറത്തായിരുന്നു, എൻ്റെ ദൈവം എന്നെ പുൽപ്പുറത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ വീട്ടിൽ യോഗം വെച്ചിട്ട് എന്നെ അവർ ക്ഷണിച്ചില്ല. എൻ്റെ ചേട്ടന്മാരെല്ലാം മിലിറ്ററിക്കാരാ, ഷമ്മ, ഏലിയാബ്, ഷിമയി, അവരെല്ലാം ആമന് ലെഫ്റ്റ് റൈറ്റ് അടിച്ച് നടന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞ് ഇവനെയൊക്കെ ഇങ്ങനെ ചുവടിനെ കൊള്ളുകൊള്ളു, ശുശ്രൂഷയ്ക്ക് കൊള്ളുകയല്ല. ഇവനൊക്കെ ഇങ്ങനെ ടൈയും കോട്ടും ഒക്കെ കെട്ടി ആമൻ ബൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് നടക്കാന്നല്ലാതെ ഭൂതവളകം പെയ്യുമല്ലോ ഇവനെ കൊള്ളുവോ? ഇവനെ ഒന്നും കൊള്ളുകയല്ലെന്ന്. അങ്ങനെ ചോദിച്ചപ്പം മിശായിയുടെ വീട്ടിൽ പ്രവാചകൻ വന്നു. ശൗമൽ ചോദിച്ചു, നിന്റെ പിള്ളേരെല്ലാം ആയോ? അപ്പൊ പറഞ്ഞു, ഒരുത്തനുണ്ട്. എന്തിയേ? അവൻ കൊള്ളുകയല്ല, മൊശട് മണക്ക് വന്ന് ആടിൻ്റെ കൂടല്ലേ അവൻ വന്നല്ലാതെ പന്തിക്കിരിക്കുകയല്ല. അങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ ദൈവം എൻ്റെ തലയിൽ ആ തൈലക്കൊമ്പിലെ തൈലമൊഴിച്ച് ഞാൻ ഇനിയും ദൈവത്തെ ആരാധിക്കും. നിനക്കിത് ലജ്ജയായിട്ട് തോന്നും, പക്ഷെ എനിക്കിത് മാനമാണ്. എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഒറ്റ വാങ്ങി. ആരാധനയെ നിന്ദിച്ച മീകളിന് പിള്ളേരുണ്ടായില്ല, പക്ഷെ ആരാധിച്ച ദാവീദിന് തലമുറയുണ്ടായി. വചനം അറിയാവുന്നവർക്കറിയാം. ആരാധനയെ നിന്ദിച്ച് പരിഹസിച്ച മീകളിന് പിള്ളേരുണ്ടായില്ല, പക്ഷെ ആരാധിച്ച ദാവീദിന് മാത്രമാണോ? 2 വാക്യം വായിച്ചങ്ങ് വിട്ടേക്കാം. ആരാധിച്ചവനോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്. ആ 89:29 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം പെട്ടെന്ന് 89:29 പെട്ടെന്ന് വായിര്. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. അതാ ആരാധിക്കുന്നവനോടായി പറഞ്ഞേ. സർവ്വനും മറന്ന് പൂർണ്ണശക്തിയോടെ നൃത്തം ചെയ്ത് ആരാധിച്ച ദാവീദിനോട് ദൈവം ദൂത് പറയുക, ഞാൻ നിന്റെ സന്തതിയെ ശാശ്വതമായും അവൻ ആകാശമുള്ള കാലത്തോളം ഉറപ്പിക്കുമെന്ന്. എന്നിട്ട് ഒരു കാര്യവും കൂടെ പറഞ്ഞു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ അവന്റെ സന്തതിയെ, ആരുടെ? ആരാധിച്ചവന്റെ സന്തതി. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം ദൈവം നിലനിർത്തും. ആരോടാ? ദാവീദിനോട്. എന്നിട്ട് ഒരു കാര്യം കൂടെ എടുത്തു പറയുക. ഇത് ഊന്ന് പറഞ്ഞിട്ട് 34 വായിച്ചേ. 34. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ, ഞാൻ ഈ ചെയ്ത നിയമത്തെ ലംഘിക്കുകയോ, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ എന്ന് പറഞ്ഞ ഞാൻ തിരിച്ചും മറിച്ചും വർത്താനം പറയാലെന്നായി പറഞ്ഞത്.
നമ്മൾ തിരിച്ചും മറിച്ചും വർത്താനം പറയും. പക്ഷേ ദാവീദ് അങ്ങ് ദൈവം പറയുക, എന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഞാൻ ഭേദം വരുത്തത്തില്ല. അടുത്ത പദം വായിക്കേ. എന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഞാൻ ഒരിക്കൽ ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അടുത്ത വാക്യമായിരേ, ഞാൻ ഒരിക്കൽ എന്നെ പാട്ട് പാടുകയാണോ? ഞാനൊരിക്കൽ വായിച്ചു വിടേ. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. അടുത്ത പദം, ദാവീദിനോട് ഞാൻ പോഷ്ക്ക് പറയത്തില്ല. ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം പോഷ്ക്ക് പറയത്തില്ല. നിന്റെ തലമുറയെ ദൈവം ഉയർത്തും. നിന്റെ സന്തതി അലപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദാവീദിനോട് ഞാൻ പോഷ്ക്ക് പറയത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നോട് ദൈവം പോഷ്ക്ക് പറയത്തില്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിന്റെ സന്തതിയുടെ സന്താനങ്ങളെ ദൈവം ഉയർത്തുവന്ന്. ദൈവത്തിന് മഹത്വം പൂർണ്ണ ശക്തിയോടെ. ആട്ടെ, ഇപ്പൊ ഇവിടെ നിർത്തുക. ഒരു പാട്ട് പാടി സ്തോത്ര കാഴ്ച എടുക്കാൻ പോകും. ദൈവം തള്ളി കിട്ടും. ഇനി കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്ന് എടുക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. അതുകൊണ്ട് എടുത്ത ഭാഗത്തോട്ട് വരാം. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള തിരുവെടുത്താ വായിച്ചത്. ആരെയാ തള്ളിയിട്ടത്? 1, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അങ്ങനെ പഠിക്കുന്നത് വലിയ തെറ്റില്ല. 2, സ്നാനപ്പെട്ടവർ. 3, അഭിഷേകം പ്രാപിച്ചവരാ. മാത്രമാണോ അടിക്കപ്പെട്ട പാറകുന്ന ശുദ്ധവെള്ളം കുടിച്ചവർ. തീർന്നില്ല, സ്വർഗീയ മന്ന ഭുജിച്ചവർ. അങ്ങനെയുള്ളവരെയാ ദൈവം തള്ളിയിട്ടത്. പൗലോസ് പറയും, ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. 6-ാം വാക്യം വായിച്ചേ. അപ്പൊ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുക. പുതിയ നിയമ വിശ്വാസികൾക്ക് ഇത് ദൃഷ്ടാന്തമാക്കി വച്ചിരിക്കുക. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നമുക്ക് ബുദ്ധി ഉപദേശത്തിന്. 11 വായിരേ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. അടുത്ത വാക്യം, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനാ. എന്തുവാ? ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഇത് ദൈവം തള്ളിയിട്ടതാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഗതി വരരുത്. ഇത് നമുക്ക് ബുദ്ധിയുപദേശത്തിനാ. ഇത് നമ്മുടെ ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും ക്രമീകരണത്തിനുമാ. ആരാ ഇവര്? ഒറ്റ വാക്കി പറഞ്ഞാൽ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരാ. അതാ ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ടവരാന്ന് പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞത്. കർത്താവിന് മകത്ത് ഒരു കുഞ്ഞാട് ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അറക്കപ്പെട്ടു. ആ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്, സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അറക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാട് ഊനമില്ലാത്ത കുഞ്ഞാട്, പാപമില്ലാത്ത കുഞ്ഞാട്, കളങ്കമില്ലാത്ത കുഞ്ഞാട്, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശിയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യാതൊരു കളങ്കമില്ലാത്ത നിഷ്കളങ്കനായ കുഞ്ഞാട്. യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടോറിയിരിക്കുന്ന കുഞ്ഞാട്. Praise the Lord. ആ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാ എന്ന് പറഞ്ഞാൽ രക്ഷാനിർണയം പ്രാപിച്ചവരാ. പക്ഷേ ഗതികേട് ദൈവം തള്ളിയിട്ടു. മാത്രമാണോ ഇവര് സ്നാനപ്പെട്ടതാ. അതാ അങ്ങനെ എടുത്ത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുക, സ്നാനപ്പെട്ടവരാ. അപ്പൊ രക്ഷിക്കപ്പെട്ടെന്നോ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് ഞെളിയരുത്. ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. എന്താ ഇവരെ തള്ളിയിടാൻ കാരണം? 1-2 കാര്യങ്ങൾ ചിന്തിക്കുക. തള്ളിയിടാൻ കാര്യം അവിടെ പ്രധാനമായിട്ട് ഒരു 5 കാര്യം പറയുന്നുണ്ട്. തള്ളിയിടാൻ കാര്യം 2 വിഗ്രഹാരാമന, 3 പരസംഗം, 4 പിറുപിറുപ്പ്, 5 ദൈവത്തെ പരീക്ഷിക്കുന്നു. താഴോട്ട് വായിച്ചേ. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന അല്ല, 6-ാം വാക്യം മുതൽ വായിച്ചേ. ഇതുപോലെ
അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതെ നിങ്ങൾ ദുർമോഹികളാകരുത്. ഈ മോഹം അകത്ത് കയറിയാ കുടച്ചില്ല. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന, പാപം ഉടുത്തിട്ട് ഇതെല്ലാം ഇതുങ്ങളല്ല. ഒരാൾ അകത്തോട്ട് കയറിയാൽ പുള്ളി പെട്ടുപോകും. സാറ് കൊടുത്തൊരു പ്രയോഗമുണ്ട്, ചങ്ങലെങ്കിലും ആശച്ചങ്ങല ഭയങ്കരം. ചങ്ങല തന്നെ ഭയങ്കരമാ, അതിലും ഭയങ്കരം ആശച്ചങ്ങല. ചങ്ങലെങ്കിലും ആശച്ചങ്ങല ഭയങ്കരം, ചങ്ങല തളപ്പിങ്ങൾ നിൽക്കും ഏകത്രബദ്ധൻ. ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കൽ അളർക്കൻ പോലെ ആശകൾ തോറും ഓടി നടക്കും. ഒരു തൃപ്തി എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ലല്ലോ. പൂന്താനം പണ്ട് പാടി അർത്ഥം എത്ര വളരെ ഉണ്ടാകലും തൃപ്തിയാകാം മനുഷ്യ സഹസ്രം മതി. 1000 പണം കൈ വന്നിട്ടും സ്വസ്ഥതയില്ലല്ലോ. പിന്നെയും കിട്ടണം, ഉണ്ടാക്കണം. ഞാൻ എതിരല്ല, പക്ഷെ ആർത്തി. ചങ്ങല ഭയങ്കരം, ചങ്ങലത്തളമ്പിങ്ങൾ നിൽക്കും ഏകത്രപത്തൻ. എത്ര ഇടഞ്ഞ കൊമ്പനെയും ചങ്ങലക്കിട്ടാൻ അവൻ അവിടെ നിൽക്കും. പാമ്പാടി രാജൻ വരെ, പിന്നെ ആ തൂമ്പിക്കണ്ടൻ രാജൻ. എത്ര ഇടഞ്ഞ ആനയും ചങ്ങലത്തളമ്പിങ്ങൾ നിൽക്കും ഏകത്രപത്തൻ. എന്നാൽ ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പേപ്പട്ടി. ആശച്ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ പേപ്പട്ടി നടക്കും പോലെ നടക്കും. പേ പിടിച്ച നായയെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. വാലുമെല്ലാം താത്തി വായി കൂടെ ഇങ്ങനെ വെള്ളം ഊറ്റി അതിന്റെ ബാഗും തൂക്കി അങ്ങ് ഇറങ്ങ. പേ പിടിച്ച നായ അവിടെ ചെന്നപ്പോ അവൻ തള്ളിയിട്ട് അവൻ കാറെ കയറിപ്പോയി. അയാൾ അവിടെ കിടക്കുക. അപ്പുറം ചെന്നപ്പോ അവനെ അരിയാട്ട്. പേ പിടിച്ച നായാന്ന്. ഇങ്ങനെ അങ്ങ് നടക്കുക. ഉടനെ പറഞ്ഞ തങ്കമാമ വരുന്നു, അവിടെ വിടുതലിന് ശുശ്രൂഷ. എവിടെ? അവന് ഭയങ്കര വിടുതല. ആഴ്ച ആൾക്കാർ വന്ന് അതാ അവൻ എഴുതി വയ്ക്കുന്നത് വിടുതലിൻ. ഓ, നിങ്ങൾക്കൊന്നും അറിയാൻ മേല. അവർക്ക് നല്ല വിടുതല. അപ്പൊ ഈ ആശച്ചങ്ങല അകത്ത് കയറിയാൽ ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കില്ല അളർക്കൻ പോൽ. അളർക്കൻ പേപ്പട്ടി. ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കില്ല അളർക്കൻ പോൽ. ആശകൾ തോറും ഓടി നടക്കും നിലയന്യേ. അതിനാ പാപകൃതി വിഷയഭോഗങ്ങളാലില്ലോ ഒരു തൃപ്തി. ആരോട് പറയാം? ദൈവമക്കളെ, ഇങ്ങനെയുള്ള ആശകളും ആഗ്രഹങ്ങളും മോഹങ്ങളും പൊങ്ങി വരുമ്പോൾ പൗലോസ് പറയാ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല പിടിച്ചടക്കണമെങ്കിൽ സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടൊക്കും. അതാ കൊച്ചുകുഞ്ഞദേശം ഒരു പാട്ട് പാടില്ലയോ, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ ജീവിതം സാധ്യമല്ല. തട്ടും തീരാ തലത്തിലെ പരീക്ഷകൾ തട്ടും തീരാ പോലെ ചോണി തലത്തിലെ പരീക്ഷകൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ആത്മികത്തെ കാർന്നു നിന്നുന്ന, നിന്റെ ആരാധനയെ നശിപ്പിക്കുവാൻ, നിന്റെ ശുശ്രൂഷകളെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന പൊങ്ങി വരുന്ന സകലത്തെ പിടിച്ചടക്കണം. അതിനെ പിടിച്ചടക്കിയില്ലെങ്കിൽ നിന്നെ തള്ളിയിടും. മോഹം, ദുർമോഹം. വായിച്ച സോണിയ, പെട്ടെന്ന് ആരിലും വാരി വെട്ടും മൂന്നും പറ്റില്ല. വായിക്കേ, ഇപ്പം ആരും വായിക്കുന്നില്ലേ?
എന്റെ കൊച്ചെ വായിക്കേ. അതുങ്ങളെല്ലാം ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദുർമോഹികൾ. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ലല്ലോ. ഉണ്ടോ? 78. ഇതുങ്ങൾക്കെല്ലാം കൊതിയാന്ന് ഭയങ്കര. ഓ, ഈ കൊതിക്കറിവ് കൊണ്ട് അതിക്രമവും പറയും. കൊതിക്കറിവ് കൊണ്ട് അതിക്രമം പറയും. കൊതിയാ കൊതി. കൊള്ളാം, കൊതിയില്ലയോ? കല്യാണത്തിന്റെ എന്താ ഷട്ടറിന്റെ അവിടെ എന്തോ ഇടിയും തള്ളു, എന്തോ. എന്നാ പ്രായമുള്ളവരിയ്ക്കുന്ന അവർക്കൊന്ന് വിളമ്പി കൊടുക്കുക, അവരെ ഒന്ന് കൊതി മൂത്തിങ്ങനെ അങ്ങ്. ഇതുങ്ങൾക്കെല്ലാം കൊതിയാണ്. ഞാൻ തെളിയിക്കാം വചനത്തിൽ നിന്ന് കൊതിയുണ്ടെന്ന്. വായിര് 78:18 സങ്കീർത്തനം വചനത്തിൽ നിന്ന് തരാം. അപ്പൊ പിന്നെ നീ അങ്ങ് മര്യാദയ്ക്ക് പൊക്കോളും. ആയിക്കേ. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട്. കൊതിയുണ്ടല്ലോ, കൊതിക്ക് ഭക്ഷണം. വിശപ്പിനല്ല, വിശപ്പിന് ന്യായമാണ്. വിശപ്പിനാണോ ചോദിച്ചേ? കൊതിക്ക് ചോദിച്ചു. തമ്പുരാൻ അങ്ങ് കൊടുത്തില്ല. നിങ്ങൾ നിന്ന് കറങ്ങി സാക്ഷി പറയും, ദൈവനാഥന്റെ മകത്ത് 38 കൊല്ലമായി ഇതുവരെ 38 കൊല്ലമായിട്ട് ഇതുവരെ വിടുതലില്ലെന്ന്. പുതുതായിട്ട് വന്നവൻ അന്തം വിട്ടു പോകും. 38 കൊല്ലമായ മേരിക്ക് ഇതുവരെ വിടുതൽ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്ന നീ ഇരുന്ന് ഇങ്ങനെ കറങ്ങരുത് കേട്ടോ, ഉടച്ചക്കറം കറങ്ങും പോലെ. ഇങ്ങനെ എഴുന്നേറ്റ് പണ്ടപ്പരപ്പ് പറയുവന്ന്. കഴിഞ്ഞ 30 എവിടെ നിന്നാണോ ഉടനെ ഈ മുതലക്കണ്ണീരും വരുന്നത്? ദൈവത്തിന് അറിയാം നിന്ന് കറങ്ങും കരയും കിട്ടിയില്ലെന്ന്. അതുകൊണ്ട് കൊതിക്കാ ചോദിച്ചെങ്കിലും അങ്ങ് കൊടുത്തു. അങ്ങനല്ലേ ശുപാസ്? ഒന്നുകൂടെ വായിച്ചേ. കൊതിക്ക് ചോദിച്ചു, അതുകൊണ്ട് കൊടുത്തിട്ടും കൊതി മേറിയോ? 30 വായിച്ചേ. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു. 29 അവരുടെ കൊതിക്ക് മതി വന്നില്ലെന്നൊരു വാക്യമുണ്ടല്ലോ. അങ്ങനെ അവർ ഇവിടെ ഇളകി അവിടെ ഇരിക്കെ. വായിര്. അവരുടെ കൊതിക്ക് മതി വന്നില്ല. എത്രാം വാക്യമാ സഹോദരി? എന്റെ കൂടെ വന്നതായതുകൊണ്ട് ഞാന് ഒന്നുകൂടെ വായിച്ചേ. സഹോദരിയുടെ പേര് അത് സോണിയ, ഇത് രാജി. നടുക്കിരിക്കുന്നതോ? ഞങ്ങളുടെ സഭയിൽ ഒരു വത്സമ്മയുണ്ടോ? നല്ല ആരാധനയാ. വായിര്. അവരുടെ കൊതിക്ക് മതി വന്നില്ല. അപ്പൊ 78:18 കൊതിക്ക് ചോദിച്ചു, ദൈവം ഇത് കൊടുത്തു. എന്നിട്ടോ കൊതിക്ക് എന്തേനും ഒഴുകുന്ന അവന്മാര് ചുമ്മാ ഇരിക്കുമ്പം കടിച്ചും പറിച്ചു ഇരിക്കുന്ന അണ്ണാച്ചി കപ്പലണ്ടി കണ്ടാ വെച്ചേക്കോ എന്ന് ചോദിച്ച പോലെ. ഓതി കയറിയതിനെല്ലാം അവിടെ കിടക്കാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒറ്റ വാക്കി പറയാം, ആത്മസംയമനം ഉണ്ടായിരിക്കണം. അതിന് പുസ്തകത്തിൽ വേറെ തത്തുല്യമായ പ്രയോഗം ഇന്ദ്രിയ ജയം. എന്തായാലും കാണുമ്പോൾ കണ്ണിന് ഇമ്പം ഉണ്ടാക്കുന്നത് കാണും, തൃഷ്ണയുണ്ടാകും. ഇക്കിളിപ്പെടുത്തുന്ന ഇളക്കുന്ന നിങ്ങൾ പാർക്കുന്നത് അതിനൊക്കെ ജയിച്ചടക്കണം. മോഹം അകത്ത് കയറിയാൽ നിന്നെ തെള്ളിയിടുവന്ന്. കണ്ണുകൾ മോഹം, ജഡത്തിൻ മോഹം, ജീവനത്തിന്റെ പ്രതാപമേ. കണ്ണുകൾ മോഹം, ജഡത്തിൻ മോഹം, ജീവനത്തിന്റെ പ്രതാപമേ. പാടാൻ നേരമില്ല. അപ്പൊ ഈ ഇങ്ങനെയുള്ളതിനൊക്കെ പിടിച്ചടക്കണം. അപ്പൊ ഒന്ന് ദുർമോഹം. അടുത്ത വാക്യം വായിച്ചേ. വായിക്കേ.
അല്ലെന്ന് വായിച്ചോ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന കളിപ്പാൻ. ഇപ്പൊ കളിയാന്നല്ലോ, സഭയ്ക്കകത്തല്ല, മുഴുവൻ കളിയല്ലേ അല്ലേ? വേറൊരു വാക്യത്തിലുണ്ട്, ഇവൻ ക്രിയകളാൽ ദൈവത്തെ കോപിപ്പിച്ചു. സഭയ്ക്കകത്ത് കളിക്കരുത്. കളിസ്ഥലമല്ല സഭ. എടാ, ഫുട്ബോൾ കോർട്ട് അല്ല സഭ. ഞായറാഴ്ച സ്റ്റമ്പും ബാറ്റുമായിട്ട് വരിക, എന്നിട്ട് പറയാ 6 അടിച്ചെന്ന് പാസ്റ്റർ ആർക്കിട്ടെ. ഇവനാ പറഞ്ഞ ഔട്ട്. മനസ്സിലാകാതിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? സഭയ്ക്കകത്തല്ലേ ഇപ്പൊ ഒത്തിരി ഉണ്ട് അമ്പയറും ഒക്കെ ഇഷ്ടം, മുഴുവൻ അമ്പയറാ, ആരാധിക്കത്തില്ല. സഭ കളിക്കാനുള്ള സ്ഥലമല്ല. നിന്റെ കുടുംബത്തിന്റെ എന്റെ കുടുംബത്തിന്റെയും പിള്ളേരുടെയും കളി സ്ഥലമല്ല സഭ. ദൈവത്തിന് മഹത്വം. സഭ ദൈവത്തിൻ്റെതാ. ഇതിനകത്ത് വരുന്ന ദൈവത്തെ ആരാധിക്കാനാ. ദൈവത്തിന് മഹത്വം. ഈ പ്രഥമ രാത്രി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. നാളെ മുതൽ നിങ്ങളെ എല്ലാം ഇളകിക്കോളും. ഇളകിക്കോ. ഇത് കേട്ടിളകുന്നുണ്ടെങ്കിൽ നല്ലതാ. ദൈവത്തിന് മഹത്വം. സഭ കളിക്കാനുള്ള സ്ഥലമല്ല. ദുർമോഹം. എന്നിട്ടോ ക്രിയകളാൽ വായിച്ചേ, അവർ മോഹിച്ചതുപോലെ നാം മോഹിക്കാതിരിക്കേണ്ടതിന് തന്നെ ജനം ഭക്ഷിപ്പാനും തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. പിന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. കളിപ്പാൻ എഴുന്നേറ്റ് കളിപ്പാൻ. ആ ഭാഗം ഏതാന്ന് വെച്ചാൽ 32 ഉറപ്പാട്. ഇന്നും കുടിച്ചേച്ച് കളിക്കാൻ. വായിച്ചേ 32 6 വാക്യം വായിച്ചു. എഴുന്നേക്കാത്തവനെല്ലാം വെളുപ്പിനെ പോങ്ങി. ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങൾ വർപ്പിച്ചു. അടുത്തത് ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കൂടെ പ്രതിയാക്കി പറയാം. എനിക്ക് ചില കൺവെൻഷനുകളിലൊക്കെ ചെല്ലുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. എല്ലായിടത്തും അല്ല, ചിലയിടത്ത്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ എന്ത് മാന്യമായിട്ടിരിക്കുന്നു, അഭിനന്ദിക്കുന്നു. സ്റ്റേജിലിരുന്ന് വർത്താനം പറയുകയും അവരിന്ന് ഫോൺ ചെയ്യുകയും ചില വെടലകള് അവിടെ ഇരുന്ന് യോഗത്തിൻ്റെ പിന്നെ കിളിമാസ് കളിക്കാനിരിക്കുകയാണോ? എടാ, നീ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. 2-3 മണിക്കൂർ മാറ്റി വെക്ക്. ദൈവസന്നിധിയിലല്ലേ. ായിരിക്കുന്നത് ഇതുപോലെ എന്നും ഇരുന്നോണം. അല്ലെ ചിന്തിക്കരുത് അയാൾ വലിയ മർക്കട മുട്ടിയാണ്, നമ്മൾ സൂക്ഷിച്ചിരുന്നോണ്ടല്ലേ അയാൾ വായി വരുന്നതല്ല. എന്നെ പേടിക്കരുത്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. ഒന്നാം പ്രതി ഞാനാ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭയത്തോടായിരിക്കണം, ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. കളിക്കാനുള്ള സ്ഥലമല്ല സഭ. ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ വിശ്വാസികൾ ചാറ്റിങ് പിന്നെ എല്ലാം ദൈവം ഒരു ദിവസം പിടിക്കും. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമാ. ദൈവം നിന്നെ തെള്ളിയിടാൻ ഇടവരുത്തരുത്. ഇത് ക്രിയകൾ കളിക്കാനിടുന്നിട്ട് പിന്നെ വൈര് അപ്പോൾ യഹോവ മോശയോട് അല്ലല്ല നരക്ക വിട്ട് ഒടുന്തിയാലെങ്ങനെവാ എന്ന് എഴുതിയിരിക്കുന്നത് പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. വിഗ്രഹത്തെ സേവിക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നിന്റെ സാദൃശ്യമോ രൂപമോ ഒന്നും കൊത്തരുത്, സ്തംഭമോ ബിംബമോ നാട്ടരുത്. ദൈവമക്കൾക്ക് കർക്കശ പ്രമാണമാ. വെള്ളത്തിലുള്ളതിൻ്റെയും ഒന്നും പാടില്ല, കരയ്ക്കുള്ളതിൻ്റെയും ഒന്നും പാടില്ല. ഓടിയിടാൻ താറാവിൻ്റെ ഒക്കെ വെച്ച് ഒരു മനുഷ്യന്റെയും ഒരു മൃഗത്തിൻ്റെയും ഒരു ചരാചരത്തിൻ്റെയും ഒരു രൂപവും പാടില്ല. അതുകൊണ്ടാണ് ദൈവം തള്ളിയിട്ടത്. എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല, വൈരെടുത്തത്. അവരിൽ ചിലർ പരസംഗം ചെയ്തു. സംഖ്യ 25 എടുക്കണം, നേരമില്ലാത്തതുകൊണ്ടാ. ശിത്തീമിൽ വന്നപ്പോൾ ജനം മോവാബിരുമായിട്ട് ഇടപെട്ടു. ഒരു ഇസ്രായേലിയൻ, അവന്റെ പേര് സിമ്രി, ഒരു മിദ്യാനി സ്ത്രീ, അവിടെ പേര് ഹൊസ്ബി. സിമ്രി ഹൊസ്ബി അകത്തോട്ടങ്ങ് പോയി. അതാ പരസംഗം. പിന്നെ അടുത്തത്
ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 30,000 പേർ. അവിടെ 23 എന്നാ സംഖ്യാപുസ്തകത്തിൽ 24 എന്നാ വായിച്ചേ. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിരേ. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. 24,000 എന്ന സംഖ്യാപുസ്തകം 25-ന്റെ 9-ൽ ഈ വിഷയം പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 8-ൽ 23. തർക്കം വരണ്ട, ഒരു ദിവസം പെട്ടതാ പൗലോസ് പറഞ്ഞത് 23, ബാക്കിയും കൂടെ 1000, അങ്ങനെ ടോട്ടൽ 24. 24,000 പേര് പട്ടുപോയി, തെള്ളിയിട്ടെന്ന് ദൈവം. അടുത്ത വാക്യം വ്യാഖ്യാനിക്കാൻ നേരമില്ല, വായിരേ. 23,000 പേർ വീണു പോയതുപോലെ അവിടെ വീണെന്നൊക്കെ ഇച്ചിരി മര്യാദയ്ക്കാ. വായിച്ചോ. നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ ദൈവത്തെ പരീക്ഷിക്കരുത്. ഇവർ ചോദിക്കുക, ഞങ്ങൾക്ക് ഇറച്ചി തരുവോ, അപ്പം തരുവോ, കഴിവുണ്ടോന്ന്. നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ, പിന്നെ വടിയിലിട്ടേച്ച് പോകത്തില്ല. കരയുന്ന കേക്ക കുഞ്ഞുങ്ങൾക്കും അധതിന്റെ ആകാരം കൊടുക്കുന്നവനാ ദൈവം. നോക്ക്, വിശാലമായ സമുദ്രം, അവൻ എല്ലാ മത്സ്യങ്ങളുമില്ലേ. എടാ, തിമിംഗലത്തിന് വേണ്ടത് ദൈവം തിമിംഗലത്തിന്റെ വായി കൊടുക്കും. വേറൊരു മീനുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ചൂടാ. ഇവിടെ എന്നാ പറയുന്നേ, ഇതും ചൂടയാ. ചൂടക്കുള്ളതും ദൈവം കൊടുക്കും, ഗരുഡനുള്ളതും കൊടുക്കും, കാക്കയ്ക്കുള്ളതും കൊടുക്കും, കുരുകിലുള്ളതും കൊടുക്കും. അതിലേക്കാളൊക്കെ നിങ്ങൾ വിശേഷതയുള്ളവരാ. ക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ആ ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ചേർന്ന് പാട്. ശക്തിമാന്മാരുടെ ഭോജനമേകും. ഒന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾ ഒന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എക്കാലം പീഡിച്ചാനുദിനം മരുഭൂമിൽ നടത്താമം ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പോൾ ഇവിടെ വിഗ്രഹാരാധന, പിന്നെ പരസംഗം മാത്രമാണോ ദൈവത്തെ പരീക്ഷിക്കുക? ദൈവം തമ്പുരാൻ കൊടുത്ത ഭക്ഷണമാ മന്ന. മന്നയെ തിരസ്കരിച്ചു. സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പാന്ന്. 21-1 മുതൽ വായിച്ച സംഖ്യ, പെട്ടെന്ന് വായിച്ചോ. 21-4 മുതൽ വായിര്. സംഖ്യാപുസ്തകം 21-4 മുതൽ വായിര്. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിനാ? കൊണ്ടുവന്നവന് കുറ്റമായി. ഇവനെല്ലാം അവിടെ പരുവക്കേടി കിടന്നതാ. വരഗതിക്ക് വരഗതി ഇല്ലാതെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഇവിടെ വന്ന് ഇച്ചിരി കാക്കക്കേടെല്ലാം മാറിയപ്പോ ഇവനെല്ലാം കുന്തളിപ്പ്. ചട്ടുകം പോലിരുന്ന വെണ്ണം ഇപ്പൊ കുട്ടകം പോലായി. എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്? വൈര് സഹോദരി, ഇത് നിങ്ങൾ എന്നെ എടുക്കാം. ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, പിന്നെ ഈ സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് മന്നയ്ക്കെതിരെ ഇവര് ആക്ഷേപം ഉന്നയിക്കുക. മന്ന, നീ ക്രിസ്തുവിനെ നിന്ദിക്കരുത്, യേശുവിനെ ദ്വേഷിക്കരുത്. ശക്തിമാന്മാരുടെ അപ്പമാ ഇത്. മന്ന യേശുവിന് നടല. ഈ മന്നയെ ഇവര് തിരസ്കരിച്ചു. എന്നിട്ട് പറയാ, സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം അഗ്നി സർപ്പത്തെ കഴിച്ചു കയറി കടിക്കടാന്ന് പറഞ്ഞു. പാമ്പിനോട് ദൈവം പറഞ്ഞു കടിക്കാൻ. പാമ്പ് പറഞ്ഞ IPC ആന്നോ, ചർച്ചക്കോടാന്നോ, അസംബ്ലീസ് കോടാന്നോ, അന്തർദേശീയമാന്നോ, ചാരോ, പാമ്പിന് ചാരോനോ IPC പാമ്പ് കയറി കടിച്ചു ഇവനെയെല്ലാം. പാമ്പ് ഒന്ന് IPC ആന്നോ, ഒന്ന് കടിക്കട്ടെ, അങ്ങനെ
ചച്ചക്കൊടാന്ന് ഒന്ന് കടിച്ചോട്ടെ. അങ്ങനെയാണോ പാമ്പ് വന്ന് പ്രമാണം തെറ്റിയവനെ എല്ലാം പാമ്പ് കൊത്തി അയ്യോ വളവളവളവളാന്ന് പൊളഞ്ഞവനെല്ലാം കൂടെ ഓടുക. ദൈവത്തിന് മഹത്വം. ഈ മന്നയെ നിന്ദിക്കരുത് കേട്ടോ. നിനക്ക് വേണ്ടി ജീവനെ തന്നവനാ, നിന്നെ രക്ഷിച്ചവനാ, നിന്റെ പാപത്തെ മോചിച്ചവനാ, നിന്നെ രക്ഷിച്ചവനാ. ആ ക്രിസ്തുവിനെ നിന്ദിക്കരുത്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാ. ഇത് നിന്ദിച്ചു, അതുകൊണ്ട് പരസംഗത്തിലകപ്പെട്ടു. ഇവര് ദൈവത്തെ പരീക്ഷിച്ചു. അടുത്തത് വായിര്. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. പിന്നെ ജനത്തെ കടിച്ചു. ചുരുക്കി പറഞ്ഞാൽ താഴോട്ട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. മരുഭൂമിയിൽ തെള്ളിയിടാനുള്ള കാര്യമല്ല. അപ്പൊ ഒന്ന്, കുഞ്ഞാടിനെ അടുത്ത് യോരത്തിലെ ആചരിച്ച് ചെങ്കടൽ കിടന്നതിന് ആനപ്പെട്ട് മരുഭൂമിയിൽ കയറിയവരെ തെള്ളിയിട്ടു. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടോ, സ്നാനപ്പെട്ടതിന്റെ ഡേറ്റ് ബൈബിളിന്റെ സൈഡിൽ എഴുതിയത് കൊണ്ടോ, ഫോട്ടോ ഫേസ്ബുക്കിലും പിന്നെന്തുവാ വാട്സപ്പിൽ ഇട്ടത് കൊണ്ടൊന്നും മേത്ത് നിൽക്കണം. നിൽക്കാഞ്ഞതുകൊണ്ട് തെള്ളിക്കിട്ട് 2-3 കാര്യം കൂടെ ഇനിയും വ്യാഖ്യാനിക്കുന്നില്ല, പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. തെള്ളിക്കിട്ടത് ദൈവത്തിന് മഹത്വം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 33 ഒന്ന് വായിച്ചേ. അല്ലെ, തള്ളിയിട്ട കാര്യമാണ്. അവളെ താഴെ തള്ളിയിടുവി, താഴെ ഇട്ട് തള്ളിയിടണം എന്ന് അവൻ കൽപ്പിച്ചു. അടുത്ത വാക്യം. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. മതി, തള്ളച്ച് താഴെ വീണ്. എവളെ തെള്ളിയിടണം. പശ്ചാത്തല ഭാഗത്തേക്ക് പ്രവാചക ചിത്തന്റെ വാലിക്കാണ്ട് പറഞ്ഞു, നീ തൈലം നിറച്ച് രാമോത്തിലോട്ട് പോകണം. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ച് ഒരു മുറിക്കകത്തിരിക്കുമ്പോൾ എനിക്ക് അങ്ങനല്ല, വിളിച്ച് അകത്ത് ഉൾമുറി കൊണ്ടുപോയി. നാടൻ ഭാഷ പറഞ്ഞ ഇവന് ഭ്രാന്ത. അവൻ അങ്ങോട്ട് പോയപ്പോ കുഴപ്പമില്ല, ഇറങ്ങി വന്നപ്പോ ഭ്രാന്ത. കാരണം അകത്ത് വെച്ച് അഭിഷേകം നടന്നു. ഇത് കൂടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല ഈ ഭ്രാന്ത് തന്നെയാന്ന്. പുസ്തകത്തിൽ വാക്യമുണ്ട്, ആത്മപൂർണ്ണൻ ഭ്രാന്തന. ഇവൻ വെളിയിലോട്ട് വന്ന ഉടനെ കൗൺസിൽ കൂടാന്നല്ല പറഞ്ഞത്. ഈ അഭിഷേകതയിലെ ഇവന്റെ ചിരചിലോട്ട് വീണപ്പോള് ഇവനൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആഗാവിന്റെ അരവന. അതിന് പറയാം, ആഗാവിന്റെ അരവനക്കകത്ത് പ്രാർത്ഥനയും തോത്രവും ഒന്നുമല്ല, മുഴുവൻ കൊണ്ടുകൂടോത്രവാ. കാരണം അവിടെ ഒരു തള്ളയുണ്ട്. തള്ളയുടെ കാര്യമാ ചാരാ. ഇസബേല്, ഇവളെ സീതോന്യ രാജാവാക്കുന്ന ഇക്ബാലിന്റെ പുത്രി ഇസബേല്. നല്ല സ്ത്രീധനത്തുക ഒക്കെ ആയിട്ടാണ് ഇവളിങ്ങോട്ട് വന്നത്. പ്രവാചകന്മാരായിരുന്നു കൂടുതലും സ്ത്രീധനത്തുക. 850. ഇവിടുത്തെ ഒരു 400 മരം, ഒരു 450. നമ്മുടെ നോട്ടീസിലൊക്കെ പേര് വെക്കല് സ്വദേശീയരും വിദേശീയരുമായ, അത് ഇവിടുന്ന് കിട്ടിയതാ. ഇവിടുത്തെ 400 മരം ഒരു കണ്ടിട്ടില്ലേ? ഇതൊക്കെ ആയിട്ട് അമ്മാമ വന്നത്. പക്ഷെ ഇവള് സൂത്രശാലിക്കും തന്നിഷ്ടക്കാരിക്കും അഹങ്കാരിയുമാ. അതുകൊണ്ട് ഇല്ലയോ ഏകു ഇസ്രായേലി വന്നപ്പോ യോരാൻ ചോദിച്ചു, ഏകുവേ നിനക്ക് സമാധാനം? 9:22 ആണോ ഇപ്പം വായിച്ച അധ്യായത്തിന്റെ? ഒന്ന് വായിച്ചേ. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം യേഹൂവിനോട്, യേഹൂവേ സമാധാനമാന്ന് ചോദിച്ചു. അടുത്തത്, എന്റെ അമ്മയായ സമാധാനമാന്ന് ചോദിച്ചു. അടുത്തത്, നിന്റെ അമ്മയായ
നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ശുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം കാലം എന്ത് സമാധാനം എന്ന് അല്ല സമാധാനം. ശുദ്രം എന്ന് പറഞ്ഞാൽ ഇടിയെടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ നടക്കത്തില്ല. അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം, ഇതൊക്കെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആഭിചാരക്രിയ കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ ക്ഷുദ്രം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്ന് വല്ല പൂതികളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചോ. ദൈവത്തിന്റെ ജനമങ്ങോട്ട് കേറി വരുമ്പോൾ സകല കെട്ടും പൊട്ടും. അതുകൊണ്ട് ഞാന് പെന്തിക്കോസുകാരുടെ കാര്യം പറയാം. പെന്തിക്കോസുകാരോട്, നീ ഇലക്ഷനും നിൽക്കണ്ട, മെമ്പറായിട്ട് നിൽക്കണ്ട, നീ എന്തോ MLA ആകണ്ട, MP ആകണ്ട. ആരോടാ? എടാ ബന്ധിക്കോസുകാരോടാ. അല്ലാതെ കാസർഗോഡ് മുതൽ കന്യാകുമാരിത്തനും വേണ്ട. ഇരിക്കുന്നേ ഒരുത്തനും കയറണ്ട, മേളിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. ചുമ്മാ പൊണ്ണത്തടിയന് എന്തിനു കൊള്ളാം, വലിയ പരിക്കൊരു ധൂണിന് കൊള്ളാം. ഈ വലിയ വകുപ്പ് പറയുന്ന പുള്ളിക്കാരൊന്നും ആരാധിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. നിർത്തുക നിർത്തുക നിർത്തുക. എന്തിനാ ബാക്കി ഞാൻ പാടുന്നില്ല. ഇവിടെ ഒരു MLA പെന്തിക്കോസുകാരോടാ പറയുന്നേ. ആരുമില്ലേലും നീ ഒന്നും ഭാരപ്പെടണ്ട. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ ആര് വേണേലും ഭരിച്ചോട്ടെ, നമുക്ക് എന്നാ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു, അദ്ദേഹം ഭരിക്കട്ടെ. ഇനി സതീശനോ രമേശ് ചെന്നിത്തലയോ പിന്നെ ഒരാളുണ്ടല്ലോ വേണുഗോപാല്, പേപ്പറിലൊക്കെ വായിക്കുന്ന കണ്ട് ഞാനങ്ങ് പറയാനാ. വരുന്നെങ്കിൽ വരട്ടെ. രാഹുൽ കേന്ദ്രത്തിൽ വരുന്നെങ്കിൽ വരട്ടെ. നമുക്ക് തന്നെ ആര് ഭരിച്ചാലും ഭരിക്കുന്നവർ നമ്മളെ ഏൽപ്പിച്ചത്. അല്ല യൂജയുടെ വിലയെല്ലാം നിർത്തിയാച്ചാ നീ ചെയ്യേണ്ടത് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം, അഭിഷേകത്തിൽ നിറയണം. അങ്ങനെ ബലപ്പെടുമ്പോൾ അധികാരികളുടെ ഉള്ളത്തോട് ദൈവമിടപെടുമെന്ന്. അതല്ലയോ വീഞ്ഞ് മാത്രം കൊടുത്തു ചോദിച്ചോ എന്നാ മുഖം പാടിയിരിക്കുന്നേ ചോദിച്ചില്ലേ? നമ്മളാണ് പറയാം ഇന്നലെ രാത്രി ഒന്ന് അടിച്ച എന്തുകൊണ്ടാച്ചാ, ഇന്നലെ ഒത്തിരി അങ്ങ് ടയേർഡായപ്പോ എന്നെ മുഖത്തൊരു കൃപയില്ലാത്ത ഉപദേശം വണ്ടി ചോദിച്ചു ഇറങ്ങട്ടെ. തള്ള പറഞ്ഞ് ഞാനിതുവരെ രുചിച്ചിട്ടില്ല, ഇയാൾക്ക് എന്നാ തിന്നത്? തിരുമേനി എൻ്റെ ഇന്ന് വരെ ഞാൻ വീഞ്ഞോ മദ്യമോ ഒന്നും, ഞാൻ മനോവസനമുള്ളൊരു സ്ത്രീയാണ്. ഉടനെ പുള്ളി പ്ലേറ്റ് തിരിച്ചു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇതിന്റെ പുറകൊന്നും പോകണ്ടെന്ന്. നീ അഭിഷേകം പ്രാപിച്ചങ്ങോട്ടൊന്നും ബലപ്പെട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ അരമനക്കകത്ത് കൂടോത്രമാ, ശുദ്രമാ. മാത്രമാണോ ഈ തള്ള ചെയ്ത മേന? അയ്യോ, ഒരു ഭാഗം പിടിച്ചവന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ തള്ള രായ്ക്ക് രാമായണം കത്തെഴുതി. പണ്ട അതിനൊരു കമ്പം ഉണ്ട് ഇപ്പൊ എഴുതുന്നേ അല്ലേ, നാരായം പോലെ. അതിനെന്നാ പറയുന്നേ? കമ്പം എന്തുവാ? സ്റ്റിക്ക്. ഓഹോ, എഴുതിയല്ലേ? എന്തിനാ എഴുതിയത്? പാവം പിടിച്ചവനെ തകർക്കാൻ. കത്തെഴുതിയാച്ച് പറഞ്ഞു 2 സാക്ഷികളെ വെച്ചേക്കണം. ഫാസ്റ്റിംഗ് പ്രയർ 40 days. പാവം പിടിച്ചവനെതിരെ എഴുതി 2 കള്ളസാക്ഷിയും കൂടെ
കൊണ്ട് 2 കള്ളസാക്ഷി. ഉമാര് പറഞ്ഞു ഞാൻ കണ്ടെന്ന്. നീ എന്നാ ഉന്തം കണ്ട്? എന്താ കണ്ട്? ഒടുത്ത് ചോദിച്ചു നീ കണ്ടായിരുന്നു? ഉടനെ അവൻ പറഞ്ഞു എൻ്റെ അച്ഛോ സഹിക്കത്തില്ല, സഹിക്കുകയല്ലെന്ന്. അപ്പൊ ചോദിച്ചു തെളിവുണ്ടോ? തെളിവുണ്ട്, പിന്നെ തെളിവിരിപ്പുണ്ട്. എന്തുവാ തെളിവ്? തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന്. ആരുടെ കയ്യിലെ? പോലെ എനിക്ക് തോന്നേ. കള്ളസാക്ഷി പറഞ്ഞ് കള്ള എടുത്ത് ഉണ്ടാക്കി. നിങ്ങൾക്കിത് പിടികിട്ടുകയല്ല, ഹരിക്ക് പിടികിട്ടും ഞാൻ പറയുന്ന കാര്യം. ഷൂ പാസ്റ്റർക്ക് പറയാം, മാണിച്ചനറിയാം, ബിനോയ് പാസ്റ്റർക്ക് ചൊവ്വിനറിയാം. എന്താ അച്ഛൻ അത്ര അറിയത്തില്ലെന്ന് തോന്നി ഇരിപ്പ് കണ്ടിട്ട്. കള്ളത്തരമെല്ലാം എഴുതി ഗുരുക്കൊപ്പിച്ച് ആൾക്കാരെ കള്ളസാക്ഷിക്ക് 2 എണ്ണത്തിന് കാശ് കൊടുത്ത് കിറ്റ് കൊടുത്താൽ മതിയല്ലോ. കാശ് പറയല്ലേ കിറ്റ്. ആർക്കാലും 2 കിറ്റ് കൊടുത്താ എന്റെ ഫോട്ടോ എല്ലാം എടുത്ത് ഇടങ്കൈ ചെയ്യുന്ന വലങ്കൈ അറിയരുതെന്ന് ആ പുസ്തകത്തിൽ. ഈ കൊടുക്കുന്ന തട്ടിപ്പുള്ളതുകൊണ്ടാ ഫോട്ടോ എടുക്കുന്നത്. പരമാർത്ഥതയുള്ളവൻ ഒരു ഫോട്ടോ എടുക്കണ്ട. കൊടുത്തവൻ ദൈവം അറിയുന്നുണ്ട്, നീയും അറിയുന്നുണ്ട്, മേടിച്ചവനും അറിയുന്നുണ്ട്. സമാധാനം പറ, അതല്ലേ എന്നെ ന്യായം? കള്ളസാക്ഷിയും പറഞ്ഞ് 2 എണ്ണത്തിന് കാശ് കൊടുത്ത് പണത്തിന് വീത് പരുന്ത് പറക്കുവോ? ഈ തള്ള ചെയ്ത വിനയാ. അവിടെ തള്ളയായത്, ഇവിടെ ചില സഹോദരന്മാരാ ഇതല്ല. എനിക്ക് തോന്നുന്ന ഇനി എന്നെ തോമ്പിക്കണ്ടത്ത് വിളിക്കുമോ എന്ന് നിങ്ങൾ ഇനി സമ്മതിക്കും. അതുകൊണ്ട് തീർത്തടിച്ചേച്ച് പോകാൻ നിൽക്കുക. കള്ളസാക്ഷി എല്ലാം കൂടെ പറഞ്ഞ് കള്ളത്തരത്തിൽ എടുത്തെഴുതി യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും സ്തോത്രം മണിച്ചന് പിടികിട്ടുന്നുണ്ടല്ലോ. ഉണ്ടോ? അടിച്ചെഴുതി ഇന്നുകൊണ്ട് ഇവന്റെ ആരാ ചീരത്തോട്ടമാക്കണം ഈ കള്ളി തള്ള ഇസബേലേ. 2 പേരെ കാശ് കൊടുത്ത് യവന്മാര് കള്ളസാക്ഷിയും പറഞ്ഞ് ഉള്ള വിനയല്ല. ഇവൻ എങ്ങനെയാലും കാശുണ്ടാക്കണം, ഇവൻ എങ്ങനെയാലും 10 രൂപ ഉണ്ടാക്കണം. അതിന് ഇവിടെ വരുമ്പം വെള്ള ഇടും, അപ്പുറം ചെല്ലുമ്പോ കറുപ്പും നീലയും കൂടെ. മനസ്സിലാകുന്നില്ലേ? ന്യായാധിപന്മാരുടെ പുസ്തകം 17:7 വായിരേ. യഹൂദയിലെ ബേത്ലഹേമിനായി ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ലേവ്യനും അവിടെ വന്ന് പാർത്തവനും അത്രേ. ഇവൻ വലിഞ്ഞു കയറി വന്നവനാ, വന്ന് പാർത്തവന്. അടുത്തത് തരം കിട്ടുന്നിടത്ത് ചെന്ന് തരം കിട്ടുന്നിടത്ത് തരം പോലെ നിൽക്കുന്നവനാ. അത്രയും പറഞ്ഞത് വിടുക. ഈ തള്ളയായിട്ട് യോജിപ്പിച്ച് കള്ളസാക്ഷിയെ നിർത്തി അവൻ ശുദ്ര ദൈവത്തിന്റെ ദാസനെ അവൻ തകർത്ത് കളയാൻ ഇവള് പദ്ധതി കിട്ടും. സ്വർഗം അന്നേ തീരുമാനിച്ചു നിന്നെ തെളിയിടും. എന്റെ സഹപാഠന്മാരോട് ഒരു കാര്യം ദൈവഭയത്തോടെ പറയാ, നമ്മൾ ആർക്കും വിരോധമായിട്ടൊന്നും പറയരുത്. നിന്നെ ആരാധിക്കുന്നവർക്ക് വിരോധമായി നീ പറഞ്ഞാൽ ചെയ്താൽ ദൈവം നിന്നെ തെളിയിടും. ഞാൻ അധികം വിവരിക്കുന്നില്ല, നിർത്തുക. നിന്റെ അമ്മയുടെ ശുദ്രം ഇങ്ങനെ കൊടികുത്തുന്ന എനിക്ക് സുഖമാണോ? അങ്ങനെ നിന്നപ്പോ ഇവള് കണ്ണുമൊക്കെ എഴുതി. ആരാ? ഇസബേലേ. കണ്ണുമെല്ലാം എഴുതി, മുടിയെല്ലാം
9-ാം അധ്യായത്തിലുണ്ട്, 31 മുതൽ വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 31 കണ്ണിക തുടങ്ങുന്നത്. യേഹൂ പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനരുള്ളൂ എന്റെ വശത്ത് ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാറേ 2-3 ഷണ്ഡന്മാർ. അവള് മുടിയല്ല, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. എങ്ങനെ ഇസബേൽ വന്ന യേഹൂ ഇസ്രായേൽ വന്നത് ഇസബേൽ കേട്ടിട്ട് അമ്മാമ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി. കണ്ണി മഷി എഴുതി അമ്മാമ മാത്രം അച്ചായന്മാർ ഇപ്പൊ എഴുതും. സൂക്ഷിച്ചു. വാല് ഒക്കെ ഇട്ടേ, കണ്ണിൽ മഷിയല്ല എഴുതി, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പിരിയൊക്കെ വടിച്ച് മഴിയൊക്കെ എഴുതി നഖത്ത് ഇങ്ങനെ വരിക. അവള് കിളിവാതിൽ കുടിക്കാൻ നോക്കി. ഏകു ചോദിച്ചാരുണ്ടടാ ദൈവത്തിന്റെ പക്ഷത്ത്, എന്റെ പക്ഷത്ത്. 2 ചണ്ണന്മാര് വന്നപ്പോ പറഞ്ഞു തേടകിടാൻ പറഞ്ഞു. ഏവന്മാര് പണ്ടേ ഇവന്മാർക്ക് ഈ തള്ളയോട് ചെറിയ ഇത് കലിപ്പുള്ളതാ. അവന്മാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടിച്ച് തകർത്ത് കളഞ്ഞു. നീ ദൈവദാസന്മാർക്കത് അടിച്ച് ദൈവം നിന്നെ തള്ളി തേടയിലിടും. അതുകൊണ്ട് ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കെതിരെ അത് ആര് തന്നെ പ്രവർത്തിച്ചാലും നീ മറുപടി പറയാൻ പോകരുത്. അഭിഷേകം ആത്മബലത്തിൽ തന്നെ നിറഞ്ഞാ മതി. ദൈവനെ തെളിയിടും. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ഒത്തിരി കാര്യം പറയാനുണ്ട്. 1, മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരെ ദൈവം തെള്ളിയിട്ടു. 2, ദൈവദാസന്മാർ ക്ഷുദ്രം ചെയ്ത് കണ്ണുവെടുതി പൊട്ടുവൊക്കെ തൊട്ട് മിനിക്ക് നടന്ന അമ്മാമെ എടുത്ത് താഴെ തള്ളിക്കെട്ട്. വായിച്ചേ പുറപ്പാട് 15:1. ക്ഷുദ്രം ചെയ്ത് കണ്ണുവെടുതി പൊട്ടുവൊക്കെ തൊട്ട് മിനിക്ക് നടന്ന അമ്മാമെ എടുത്ത് താഴെ തള്ളിക്കെട്ട്. വായിച്ചേ പുറപ്പാട് 15:1. ഇനി വ്യാഖ്യാനിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിട്ടേക്ക്. അതൊക്കെ പറയണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. പെട്ടെന്ന് വായിച്ചോ. യഹോവയ്ക്ക് പാട്ട് പാടും. ഞാൻ പാട്ട് പാടും. അവൻ മഹോന്നതൻ. അവിടുന്ന് മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അതിന്റെ പുറത്തിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടു. ഇവിടെ കുതിരയായി കുതിരപ്പുറത്ത്. സ്തോത്രം. തള്ളി തന്റെ പ്രബലം കടലൂടെ തള്ളി തന്റെ പ്രബല പെടൽ പാടും പരമനും. വരി മറന്നു പോയല്ലോ ചൂപ്പാസെ. ഓട്ടും സന്ധിയോട്ടു കൂടവേ കടൽ ഓട്ടും പാജി. എന്തുവാ വാജി? കുതിര. കുതിരയായും കുതിരപ്പുറത്ത് വായിക്കുവച്ചേ. നിങ്ങൾ മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി. മോശയും ഇസ്രായേൽ മക്കളും യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്നാൽ ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ. പിന്നെ കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും. കുതിരയുടെ വരിയായ ആ തുരകം തുന്ധിലമായുള്ള നാട്ടിൻ പുറങ്ങളും തുന്ധിലമായുള്ള നാട്ടിൻ പുറങ്ങളും കിരണമൊട്ട് കരട്ടി പുല്ലി കാട്ടാട്ടു ജംബുകം. തുരകം കുതിര.
ആ പറയുന്നില്ല, പാടി വിടാം, അമ്മ എല്ലാരും ശ്രദ്ധിക്കുകയല്ല. ഒടുമാഞ്ചിക സതിയോടു കൂട്ടവേ കടലൂടെ തള്ളി തേജസോടെ പ്രബല കടലൂടെ തള്ളി തേജസോടെ പ്രബല പാടും പരമന് പരിചോട് ഞാൻ വരുമവനു സദാ ജയ പാടും പരമനു പരിചോട് പാടും പരമനു ഓട്ടും പാചിയ സാധിയോടു കൂടവേ കടന്നു ഓട്ടും പാചിയ സാധിയോടു കൂടവേ കടലോട്ടും പാചിയോ സാധിയോടു കൂടവേ കടലോട്ടും കൂടവേ കടലൂടെ തള്ളി തേജസോടെ പ്രബല കടലൂടെ തള്ളി തേജസോടെ പ്രബല പാടും. ആരാ? കുതിരപ്പുറത്ത് പറവോൻ. അവൻ കുതിരയാ സെലക്ട് ചെയ്ത കുതിരകൾ 6:14 6 വായിച്ചേ 14:6 പുറപ്പാട് വായിര്. വിജയിച്ചപ്പെട്ട 600 രഥങ്ങൾ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം ിരിക്കുന്ന പറവോനെ കുതിരയായും ദൈവം തെള്ളിയിട്ടു. കാരണം എന്നാ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടാകെ കൊമ്പ് കോർക്കാൻ വരുന്നത്. കാര്യം ഇവർക്ക് മുമ്പേ ദൈവം നടക്കുക. മേഘസ്തംഭത്തിന്റെ കീഴില പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കെതിരെ നീ കൊമ്പ് കോർത്താൽ ദൈവം നിന്നെ തെള്ളിയിടും. ഒന്ന്, വരെ തള്ളി കിട്ടു. 2, കണ്ണെടുതി പൊട്ടും തൊട്ട് ഹാമേൽ സ്വോത്രം ശുദ്രം ചെയ്ത ഈസബേലിനെ തള്ളി കിട്ടു. 3, കുതിരപ്പുറത്ത് വാശിയോടും പിന്തുടരും കൊള്ളവെങ്കിൽ വന്ന് പറഞ്ഞവന് ദൈവം തെള്ളിയിട്ടെന്ന്. ഒരു വാക്യോടെ വായിച്ചു പ്രസംഗിക്കുന്നില്ല, നിർത്തുക. യഹസ്കേൽ 30 ആയിരേ പെട്ടെന്ന്. ഞാൻ അതിനെ കുഴിയിലിറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ
അടിച്ച് ദൈവം തെള്ളി താഴെ ഇട്ട്. കാരണം ഈ തോട്ടം ദൈവത്തിന്റെ തോട്ടമാ. ഈ തോട്ടത്തിനകത്ത് പാമ്പ് കയറി. ഇത് അടുക്കടുക്കായിട്ട് പറയേണ്ട ഭാഗമാ. ദൈവദാസന്മാരൊക്കെ ഉള്ളതുകൊണ്ട് വാക്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ശ്രീവിളങ്ങും തോട്ടമെന്ന നന്ദനം, ചൈത്രരഥം, പുരാണം, ഇവ സുന്ദരമായ പക്ഷങ്ങളോടും ഒക്കെ നിൽക്കുന്ന നല്ല തോട്ടമാ. ഒരു നദി, നല്ല സുന്ദര സുരബലമായ തോട്ടം. വിവരിക്കുന്നില്ല. ഇതിനകത്ത് പാമ്പ് കയറി. തോട്ടം കാക്കാൻ പറഞ്ഞ് കാത്തില്ല. ദൈവത്തിന്റെ സഭ കെട്ടിയടച്ച തോട്ടമാ, മുദ്രയിട്ട കിണറാ. ഇതിനകത്ത് ഉറവയുണ്ട്. ഞാനും നീയും അത് കാത്തില്ലെങ്കിൽ വില കൊടുത്തവരും ചുമല കൊടുത്തവരും കച്ചം തകിച്ചവരും പട്ടിണി കിടന്നവരുമുണ്ട്. അതുകൊണ്ട് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വേണം ഇത് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ ദൈവം തെള്ളി താഴെ കിടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം എല്ലാം നിത്യതയിലെത്തണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് ഓരോ ദിവസം വിശുദ്ധ ജീവിതം നയിച്ചാൽ എനിക്കും നിങ്ങൾക്കും താഴെ പോകാതെ ഇടയാകട്ടെ.